രണ്ടാമത്തെ കാര്യമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ദക്ഷിണാക്ഷിമുഖേ വിശ്വോ മനസ്യന്തസ്തു തൈജസഃ ആകാശേ ച ഹൃദി പ്രാജ്ഞസ്ത്രിധാ ദേഹേ വ്യവസ്ഥിതഃ. അതിൽ ആകാശേ ച ഹൃദി പ്രാജ്ഞസ്ത്രിധാ ദേഹേ വ്യവസ്ഥിതഃ. ദക്ഷിണാക്ഷിമുഖനായി വിശ്വൻ സ്ഥിതി ചെയ്യുന്നു. മനസ്സെന്ന ഉപാധി പ്രധാനിയായിട്ട് തൈജസൻ സ്ഥിതി ചെയ്യുന്നു. ഹൃദയാകാശത്തിൽ പ്രാജ്ഞൻ. ഇങ്ങനെ ഈ ദേഹത്തെ ആശ്രയിച്ച് വിശ്വ തൈജസ പ്രാജ്ഞന്മാർ സ്ഥിതി ചെയ്യുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഭാഷ്യത്തിൽ വിശ്വതൈജസ പ്രാജ്ഞന്മാർ, വിശ്വൻ വൈശ്വാനരനോട് അഭിന്നനാണ്. ഉപാധികളിലുള്ള വ്യത്യാസമുള്ളൂ. വ്യഷ്ടി ഉപാധിയിൽ വിശ്വനും സമഷ്ടി ഉപാധിയിൽ വൈശ്വാനരനും. അതുപോലെ തൈജസൻ ഹിരണ്യഗർഭൻ. വ്യഷ്ടി ഉപാധിയിൽ തൈജസൻ, സമഷ്ടി ഉപാധിയിൽ ഹിരണ്യഗർഭൻ. അതുപോലെ വ്യഷ്ടി സമഷ്ടി ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് പ്രാജ്ഞനും അവ്യാകൃതനും. ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യഷ്ടി ഉപാധി ആശ്രയിച്ചുകൊണ്ട് തൈജസൻ പ്രാജ്ഞൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് സുഷുപ്തി. ആ സുഷുപ്തിയിലെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവിടെ അവ്യാകൃത രൂപത്തിലിരിക്കുന്നു. ജീവൻ പ്രാണബന്ധനായിരിക്കുന്നു. അവ്യാകൃതനോട് ഏകീഭവിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പ്രാണനെ കുറിച്ച് ഇവിടെ വിശദമായി പറഞ്ഞു. സുഷുപ്തിയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ മരണത്തിൽ സംഭവിക്കുന്നു. അതിന് സമാനതകളുണ്ട്. മരണത്തെ ഇവിടെ പറഞ്ഞു പ്രാണലയം. അവിടെ പ്രാണൻ അവ്യാകൃതാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. സുഷുപ്തിയിലും അവ്യാകൃതാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. സുഷുപ്തിയിൽ സ്ഥൂല ശരീരവുമായിട്ട് ബന്ധമുണ്ട്. മരണത്തിൽ അതില്ല. അതിന്റെ വ്യത്യാസം പറഞ്ഞു. രണ്ടിടത്തും പ്രാണൻ അവ്യാകൃത രൂപത്തിലിരിക്കുന്നു. അവ്യാകൃതൻ എന്നുള്ളതിന് പറഞ്ഞു ദേശ കാല വസ്തുബോധം ഇല്ലാതിരിക്കുന്നു. ജീവാഭിമാനി, ശരീരാഭിമാനിയായിരിക്കുന്നു. ഇരിക്കുന്ന ജീവൻ അവ്യാകൃതാവസ്ഥയിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് സുഷുപ്തിയെക്കുറിച്ചുകൂടെ രണ്ടു തരത്തിൽ പറഞ്ഞു. സുഷുപ്ത ദൃഷ്ടിയിലും പാർശ്വസ്ഥ ദൃഷ്ടിയിലും. അങ്ങനെ സുഷുപ്തി രണ്ടു തരത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. പാർശ്വസ്ഥ ദൃഷ്ടി എന്ന് പറയുന്നത് സർവ്വസാധാരണമായ അനുഭവമാണ്. ഒരാള് ഉറങ്ങിക്കിടക്കുന്നു, ഒരാൾ അയാളെ സമീപത്തിരുന്ന് കാണുന്നു. അങ്ങനെ കാണുമ്പോൾ അത് സുഷുപ്തിയെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം. ഓരോ ജീവനും തന്റെ സുഷുപ്തിയെക്കുറിച്ച് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ മറ്റുള്ളവരുടെ സുഷുപ്തിയെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല. അതാണ് പാർശ്വസ്ഥ ദൃഷ്ടി എന്ന് പറയുന്നത്. അവിടെ എന്താണ് കാണുന്നത്? അവിടെ സുഷുപ്തനിൽ പ്രാണവ്യാപാരം നടക്കുന്നു. ഇന്ദ്രിയ വ്യാപാരങ്ങൾ നടക്കുന്നില്ല, പക്ഷെ പ്രാണവ്യാപാരം നടക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ അറിയുന്നു? ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. അപ്പോൾ സുഷുപ്തിയിൽ പ്രാണൻ ഉണ്ടെന്നാണ്. എങ്ങനെ? പ്രാണൻ വ്യാകൃതമായ രീതി. പ്രാണവൃത്തികളെല്ലാം മുഖ്യപ്രാണനിൽ വിലയിച്ചെങ്കിലും ആ പ്രാണനോടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം ആർക്കും പ്രത്യക്ഷമായിരിക്കുന്ന കാര്യമാണ്. ഉറങ്ങിക്കിടക്കുന്നവൻ ശ്വാസോച്ഛ്വാസം ചെയ്യും. അപ്പം അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം. അപ്പോൾ സുഷുപ്തിയിൽ ജീവൻ അവ്യാകൃതനോട് ഏകീഭവിച്ച് കേവലം ബീജമാത്രനായി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പ്രാണവ്യാപാരം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു. പാർശ്വസ്ഥ ദൃഷ്ടിയിൽ അത് ശരിയാണ്. കാണുന്നവന്റെ കാഴ്ചയിൽ അത് ശരി തന്നെയാണ്. അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നുണ്ട്. സുഷുപ്തന്റെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള പ്രാണനെ മുഖ്യമായി ആശ്രയിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നു. അത് ആ ദൃഷ്ടിയിൽ അതിനെ അംഗീകരിക്കുന്നു. അതേസമയം സുഷുപ്ത ദൃഷ്ടിയിൽ പറയണം, ഉറങ്ങിക്കിടക്കുന്നവന്റെ ദൃഷ്ടി. അതങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവൻ എന്താ അവിടെ ദൃഷ്ടി? അവന്റെ ദൃഷ്ടി ശൂന്യനാണ്. എന്നാലും ഉണർന്നിരിക്കുന്ന നമുക്ക് ഭാവന ചെയ്ത് നോക്കാം, ഉറങ്ങുമ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു. ഉണർന്നിരിക്കുന്നവൻ ഉറങ്ങുന്നവനെ കുറിച്ച് ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവന് അവിടെ ഒന്നുമില്ല എന്നുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. പ്രാണനുണ്ടെന്നോ ശരീരമുണ്ടെന്നോ പ്രാണൻ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുവെന്നോ ഒന്നും അവിടെ പറയാൻ കഴിയത്തില്ല. അതാണ് സുഷുപ്ത ദൃഷ്ടിയെ ആശ്രയിച്ചുള്ള അവിടെ പൂർണ്ണമായ അവ്യാകൃതത്വമാണ്. അപ്പോൾ പൂർണ്ണമായ അവ്യാകൃതത്വം പറയുന്നത് ഉണർന്നിരിക്കുന്നവന്റെ ഭാവനയിലൂടെയാണ് പറയുന്നത്. പാർശ്വസ്ഥ ദൃഷ്ടി പറയുകയാണെങ്കിൽ അവിടെ പ്രാണൻ വ്യാകൃതമാണ്. ഈ രണ്ട് ദൃഷ്ടിയിലും എങ്ങനെയാണോ അനുഭവം അതിനനുസരിച്ച് കാര്യങ്ങളെ വിശദീകരിക്കുക. അതുകൊണ്ട് ഈ രണ്ട് ദൃഷ്ടിയും ഇവിടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് തരത്തിൽ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണോ അങ്ങനെ ചിന്തിക്കുക. മാറി നിന്നും ഉറങ്ങിക്കിടക്കുന്നവനെ കാണുക, അപ്പോൾ അവിടെ വ്യാകൃതനായ പ്രാണനെയും മറ്റും കാണുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഇല്ലെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പം ആ രീതി ചിന്തിക്കാം. ആ രീതി ചിന്തിച്ചാലും അവിടെ ഒരു അവ്യാകൃതാവസ്ഥയുണ്ട്. എന്തുകൊണ്ട്? അവന്റെ ശരീരം നിലനിൽക്കുന്നു, അവന്റെ പ്രാണൻ പ്രവർത്തിക്കുന്നു, എല്ലാം സംഭവിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും അറിയുന്നില്ല. അവന് ജാഗ്രത സ്വപ്ന അവസ്ഥകളില്ല. അപ്പോൾ പാർശ്വസ്ഥ ദൃഷ്ടിയിൽ സുഷുപ്തനെ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നു, ശരീരം കിടക്കുന്നു എന്നെല്ലാം നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിലും അവിടെ അവ്യാകൃതാവസ്ഥയാണ്. അവ്യാകൃത എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജാവസ്ഥയാണ്. എന്തുകൊണ്ട്? അവിടെ ജാഗ്രത സ്വപ്നം സംഭവിക്കുന്നില്ല. അപ്പൊ അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ജാഗ്രത സ്വപ്നവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ബീജാവസ്ഥയാണ്. ആ ബീജാവസ്ഥ എന്ന് പറയുന്നത് അവ്യാകൃതം എന്ന് പറയുന്നത്. അതിന് ആ രീതിയിൽ എടുക്കുക. അല്ലെ ഇനി സുഷുപ്ത ദൃഷ്ടിയെ ഭാവന ചെയ്ത് നോക്കുക. സുഷുപ്ത ദൃഷ്ടിയെ ഭാവന ചെയ്യുമ്പോൾ എന്താണ് അറിയുന്നത്? ഒന്നും അറിയുന്നില്ല. അവിടെ ശരീരമുണ്ടെന്നോ പ്രാണൻ പ്രവർത്തിക്കുന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ബോധശൂന്യനായി ഉറങ്ങും. ബോധശൂന്യനായി ഉറങ്ങുന്നവനെ സംബന്ധിച്ച് പിന്നെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം, പ്രാണനെക്കുറിച്ചുള്ള ബോധം ഇതൊന്നും സങ്കല്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവിടെ എന്താണ്? അവ്യാകൃതാവസ്ഥയാണ്. അപ്പോ അവിടെ അവ്യാകൃതാവസ്ഥയിൽ ഇരിക്കുന്നു. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഏത് ദൃഷ്ടിയിലൂടെ പരിശോധിച്ചാലും ഒരിടത്ത് അറിയാത്തതുകൊണ്ട് അവ്യാകൃതാവസ്ഥയെന്ന് പറയുന്നു, മറ്റൊരിടത്ത് ബോധമില്ലാത്തതുകൊണ്ട് അവ്യാകൃതാവസ്ഥയെന്ന് പറയുന്നു. രണ്ട് രീതിയിലായാലും അവ്യാകൃതാവസ്ഥയാണ്. അവ്യാകൃതാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ അവ്യാകൃതനായ അന്തര്യാമിയോട് ആ ജീവൻ ഏകീഭൂതനായിരിക്കുന്നു. ഇതാണ് ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ഏകീഭൂതനായിരിക്കുന്ന അവിടെ അന്തര്യാമി, ജീവൻ എന്നുള്ള ഭേദം അവിടെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടെ സുഷുപ്തനെ കുറിച്ച് പറയുന്നത് അവൻ സർവജ്ഞനാണ്, സർവേശ്വരനാണ് എന്നെല്ലാം പറയുന്നു. അല്ലാതെ ജീവന്റെ സ്വന്തമായ നിലയിലെടുത്തുകൊണ്ടല്ല. ജീവൻ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രതത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഒന്നും അവൻ സർവജ്ഞനാകുന്നില്ല, സർവേശ്വരനും ആകുന്നില്ല. അവൻ അല്പജ്ഞനായും പരിച്ഛിന്നനായും തന്നെ ഇരിക്കുന്നു. അപ്പം അതേ ഭാവത്തിൽ അതേ അവസ്ഥയിൽ അവനെ സർവജ്ഞനെന്നല്ല പറയുന്നു. അവന്റെ ആ ഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അന്തര്യാമിയോട് ഏകീഭവിക്കുമ്പോൾ ആ അന്തര്യാമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത് അവൻ സർവജ്ഞനാണ്. കാരണം അവന് സ്വന്തമായൊരു നിലനിൽപ്പില്ല. അവിടെ സ്വന്തമായ നിലനിൽപ്പില്ലെങ്കിൽ അവിടെ ജീവഭാവമില്ല. ജീവഭാവം ഇല്ലെങ്കിൽ ശേഷിക്കുന്ന എന്താണ്? അന്തര്യാമിയാണ്, സർവേശ്വരനാണ്. അപ്പൊ ജീവനെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറയുന്നത് ജീവൻ സർവജ്ഞനാണെന്നോ സർവേശ്വരനാണ്. മറിച്ച് അവിടുത്തെ അന്തര്യാമിയെ, അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അന്തര്യാമിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് നീ സുഷുപ്തിയിൽ സർവജ്ഞനാണ്, സർവേശ്വരനാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. യദ്യപി പ്രാണാഭിമാനസ്ഥിതി വ്യാകൃതത ഇവ പ്രാണസ്യ. അത് ഈ അവസ്ഥയിലാണ് ഈ വ്യാകൃതത്വം
ഉണർന്നിരിക്കുന്നു, എല്ലാം കാണുന്നു. തഥാപി പിണ്ഡപരിച്ഛിന്ന വിശേഷ അഭിമാന നിരോധ പ്രാണേ ഭവതി അവ്യാകൃതയേവ പ്രാണൻ സുഷുപ്തേ. സുഷുപ്തിയിൽ പ്രാണൻ അവ്യാകൃതനാണ്. അന്തര്യാമിയോട് അവൻ ഏകീഭവിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ സുഷുപ്തിയെക്കുറിച്ച് നിങ്ങൾ ഭാവന ചെയ്താലും അടുത്ത് കിടന്നുറങ്ങുന്നവനെ നോക്കിയാലും രണ്ട് രീതിയിലായാലും ഇത് തന്നെ സംഭവിക്കുന്നത്. പരിച്ഛിന്ന അഭിമാനവത, ഈ ജീവന്മാരെ സംബന്ധിച്ച് അവിടെ ഏകീഭവനം സംഭവിക്കുന്നു. യഥാ പ്രാണനേ പരിച്ഛിന്നാഭിമാനിനാം പ്രാണോ അവ്യാകൃത തഥാ പ്രാണാഭിമാനിനോ. മരണത്തിൽ പ്രാണന് അവ്യാകൃത അവസ്ഥ സംഭവിക്കും. മരണത്തിൽ അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. പ്രാണൻ സൂക്ഷ്മ ശരീരസ്ഥിതനായി നിൽക്കുന്നു. തന്റെ എല്ലാ വൃത്തികളെയും, ഇന്ദ്രിയവൃത്തികളെയും മനോവൃത്തികളെയും എല്ലാം ഉപസംഹരിച്ചിട്ട് സൂക്ഷ്മ ശരീരസ്ഥിതനായി നിൽക്കുന്നു. പ്രാണാഭിമാനിനോപി അവിശേഷാപത്വ അവ്യാകൃതത, അവ്യാകൃതാവസ്ഥ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഒന്നും സ്ഥൂല ശരീരത്തിലൂടെയുള്ള ഒരു പ്രവർത്തനങ്ങളുമില്ല. അതുകൊണ്ട് അവിടെ അവ്യാകൃതാവസ്ഥയിരിക്കുന്നു. അവ്യാകൃതത സമാന. സ്ഥൂല ശരീര ബന്ധം പ്രാണൻ വിട്ടുകഴിഞ്ഞാൽ കേവല സൂക്ഷ്മ ശരീര സ്ഥിതനായി പ്രാണൻ സ്ഥിതി ചെയ്യുമ്പോഴും പ്രാണന് പ്രവർത്തിക്കാനൊക്കത്തില്ല. പ്രാണൻ ഏതെങ്കിലും തരത്തിൽ മരണശേഷവും പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെതായ ശരീരം കൂടിയേ തീരും. മരണത്തിന് ശേഷമുള്ള ശരീരത്തിന്റെ ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉപനിഷത്തുകളിലും മറ്റുമൊക്കെ പറയുന്നുണ്ട്. മരണശേഷവും ആ ജീവന്, സൂക്ഷ്മ ശരീരത്തോടുകൂടിയിരിക്കുന്ന ജീവന് പലതരത്തിലുള്ള ഗതി സംഭവിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നിടത്തും ആ ജീവന്റെ ഗമനത്തിന് അനുകൂലമായ ശരീരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സൂക്ഷ്മ ശരീരത്തിൽ പ്രത്യേകമായ ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് തത്വ ലോകങ്ങൾക്ക് അനുകൂലമായ ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കേവല സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അവ്യാകൃത തന്നെയാണ്. അവിടെയും പിന്നീട് ആ ജീവന് സഞ്ചരിക്കണമെങ്കിൽ ആദിവാഹിക ശരീരം, ഇങ്ങനെയൊക്കെയുള്ള ശരീരങ്ങളെക്കുറിച്ച് പറയുന്നു. മറ്റൊരു സ്ഥൂലമായ ഈ ഭൂലോകത്തിൽ ജീവിക്കുന്നതിന് അനുകൂലമായ യോഗ്യമായ ഒരു ശരീരം കിട്ടുന്നതുവരെ ജീവൻ സഞ്ചരിക്കുന്നത് മറ്റ് ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. എന്നുവെച്ചാൽ മറ്റ് സ്ഥൂല ശരീരങ്ങൾ, സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വ്യത്യസ്തമായ സ്ഥൂല ശരീരങ്ങളെ, അതാത് ലോകങ്ങൾക്ക് യോഗ്യമായ, അതാത് യോനികൾക്ക് യോഗ്യമായ ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നതെന്നും മറ്റും പറയുന്നു. അവിടെയും എന്താണ്, മരണത്തിലും പ്രാണനെ സംബന്ധിച്ചിടത്തോളം അവ്യാകൃതതയാണ് സംഭവിച്ചിരിക്കുന്നത്. അടുത്തൊരു ശരീരം സ്വീകരിച്ച് അത് പ്രവർത്തിക്കുന്നതുവരെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവ്യാകൃതത എന്ന് പറയുന്നത് അന്തര്യാമികമായിട്ടുള്ള ഏകത്വത്തെ അതാണ്. ഇവിടെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വേറെ ലോകങ്ങളുണ്ടോ, വേറെ ജീവന സഞ്ചാരമുണ്ടോ, ഗതിവിഗതികൾ, അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിന്റെ ഗതിയെക്കുറിച്ചോ ജനന മരണങ്ങളെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഒന്നുമല്ല. ആത്മാവിനെ കുറിച്ച് ബോധിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആത്മാവിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു മുഖ്യമായിട്ട്. ആ ഏകത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്നു ആ സുഷുപ്തിയിൽ അവ്യാകൃതാവസ്ഥയിൽ ആ അന്തര്യാമിയോട് ഏകീഭവിച്ചിരിക്കുന്നു. ആത്മബോധത്തെ വളർത്താനുള്ള ശ്രമമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വിശദീകരിക്കുന്നത്. അവ്യാകൃത സമാന പ്രസവ ബീജാത്മകത്വം എന്ന് പറയുന്നു. സൃഷ്ടിയുടെ ബീജാത്മകത അത് ഉറങ്ങുന്നവനിലും അന്തര്യാമിയിലും ഒരേപോലെ ഇരിക്കുന്നു. ഉറങ്ങി ഉണരുന്നവൻ അവന്റെ ജാഗ്രതയും സ്വപ്നത്തിനെയും സൃഷ്ടിക്കുന്നു. ഇവിടെ ആ സൃഷ്ടിയുടെ ബീജാത്മകത്വം, പ്രസവം എന്ന് പറയുമ്പോൾ സൃഷ്ടി, അതിന്റെ ബീജാത്മകത്വം അവനിലിരിക്കുന്നു.
എന്റെ ജാഗ്രതത്തിന്റെ ഉണർവെന്ന് പറയുന്നത് എന്റെ സുഷുപ്തിയിൽ നിന്ന് വന്നതാണ്. എന്റെ സ്വപ്നം എന്ന് പറയുന്നു അതിൽ നിന്ന് വന്നത് തന്നെ. അതുകൊണ്ട് പറയുന്നു ആ ബീജാത്മകത്വം അവിടെയുണ്ട് എന്നർത്ഥം. ഇത് ഈ ജീവനിൽ സംഭവിക്കുന്നത് പോലെ, കാരണം ജാഗ്രത എന്ന് പറയുമ്പോൾ മനസ്സുണർന്നു വരുന്നു, അഹന്ത മമത വരുന്നു, രാഗദ്വേഷാദികൾ വരുന്നു, പ്രപഞ്ച ബോധമുണ്ടാകുന്നു, ചിന്തകൾ, സങ്കല്പങ്ങൾ, എന്തൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് സർവവും ഈ സുഷുപ്തിയിൽ നിന്ന് വന്നതാണ്. ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ സുഷുപ്തിയാണ്. ഇതിവിടെ ഈ ജീവനിൽ സംഭവിക്കുന്നത് പോലെ സമഷ്ടിയിലും സംഭവിക്കുന്നു. അതാണ് പ്രസവ ബീജാത്മകത്വവും തുല്യമാണ്. ഇവിടെ അവ്യാകൃതനായിരിക്കുന്ന അന്തര്യാമിയിൽ നിന്ന് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകും. ആ ബീജാവസ്ഥയിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇനി അടുത്തും പറയും എന്താണ് അസദേവ ഇതമഗ്ര ആസി. ഈ കാണുന്ന സർവവും ആ അസത്തായിരുന്നു, ആ ബീജാവസ്ഥയിലായിരുന്നു എന്നാണ്. നാമരൂപങ്ങൾ വെളിപ്പെടാത്ത ആ ബീജാവസ്ഥയിലാണ് അസത്തെന്ന് പറയുന്നത്. അസത്തായിരുന്നു എന്ത് ഈ ബാഹ്യമായി കാണുന്നതല്ല. ആ പ്രസവ ബീജാത്മകത്വം എന്ന് പറയുന്നത് അന്തര്യാമിയിലും ഈ ജീവനിലും തുല്യമായിരിക്കുന്നു. സൃഷ്ടിക്ക് കാരണനായിരിക്കുന്ന ഈശ്വരനിലും ജാഗ്രത സ്വപ്നങ്ങൾക്ക് കാരണനായിരിക്കുന്ന ഈ തൈജസനും പ്രാജ്ഞനും, തൈജസന പ്രാജ്ഞനും ഇത് സമാനമായിരിക്കുന്നു. അവിടെയും ഇതിന്റെ ഏകത്വത്തെ ബോധിപ്പിക്കുകയാണ്. തത് അധ്യക്ഷസ്ഥ ഏകോ അവ്യാകൃതാവസ്ഥ. ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്നു ആ ചൈതന്യം, അവ്യാകൃതാവസ്ഥയിൽ ഇരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ. ചൈതന്യത്തിൽ വ്യത്യാസമില്ല, ഉപാധികളുടെ വ്യത്യാസമാണ്. ഇവിടെ ഒരു പരിച്ഛിന്നമായ, ഒരു അല്പമായ ഒരു ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് അവൻ ഉറങ്ങുന്നു. അതിന് നമ്മൾ പറയും അവിദ്യയെന്നോ മായയെന്നോ അജ്ഞാനമെന്നോ ഒക്കെ പറയും. ഈ ജീവനെ ആശ്രയിച്ചിരിക്കുന്നവര് ഒന്നിനെ ആശ്രയിച്ച്, ആ വിദ്യ ആശ്രയിച്ചിട്ട് അവൻ ഉറങ്ങുന്നു, അജ്ഞനായി ഉറങ്ങുന്നു. ആ ജീവൻ അജ്ഞനായി ഉറങ്ങുന്ന അതേസമയം തന്നെ അന്തര്യാമി സർവജ്ഞനായി ജഗത്കാരണനായി സ്ഥിതി ചെയ്യുന്നു. ഇത് രണ്ടിടത്തും അധ്യക്ഷനായിരിക്കുന്ന ചൈതന്യം ഏകമാണ് എന്നാണ് പറയുന്നത്. സുഷുപ്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് എന്താണ്? ന കഞ്ചന കാമം കാമയതി ന കഞ്ചന സ്വപ്നം പശ്യതി. അവൻ സ്വപ്നം കാണുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ ആ തരത്തിലുള്ള അവൻ തികച്ചും അജ്ഞനാണ്. ജീവൻ അജ്ഞൻ തന്നെയാണ്. ജീവൻ എന്തുകൊണ്ട് അജ്ഞനെന്ന് പറയുന്നു? അവന് പ്രപഞ്ചബോധം ആഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ജീവൻ അജ്ഞനെന്ന് പറയുന്നു. അതേസമയമാണ് പറയുന്നത് അവൻ അവിടെ സർവജ്ഞനും സർവേശ്വരനുമാണ്. അതെങ്ങനെ അജ്ഞനായിരിക്കുന്നവൻ സർവജ്ഞനും സർവേശ്വരനുമായി തീരും? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? പ്രസവ ബീജാത്മകത്വം ജഗത് സൃഷ്ടിക്കുള്ള കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തര്യാമി, അന്തര്യാമിയോടാണ് അവൻ ഏകീഭവിച്ചത്, അവന്റെ അജ്ഞാനം കൊണ്ട് ഏകീഭവിച്ചത്. ആ അന്തര്യാമി താൻ ഉണർന്നിരുന്നാലും ഉറങ്ങിക്കിടന്നാലും അവന്റെ സർവജ്ഞതയ്ക്ക് സർവേശ്വരത്വത്തിന് ഒന്നും കോട്ടം തട്ടുന്നില്ല. എന്തുകൊണ്ട്? ജഗത് കാരണമാണ്. ജഗത് കാരണനായിരിക്കുന്നവൻ അജ്ഞനായിരിക്കാൻ പറ്റത്തില്ല, അശക്തനാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ സർവജ്ഞനും സർവശക്തനായും ഇരിക്കുന്നു. അതുകൊണ്ട് ആ ഈശ്വരീയതയെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അവൻ സർവജ്ഞനും സർവേശ്വരനുമാണ്. അല്ല ഉറങ്ങുന്ന തന്നെ കുറിച്ചല്ല പറയുന്നത്. താൻ ഉണർന്നിരിക്കുമ്പോഴും അജ്ഞനാണ്, ഉറങ്ങുമ്പോഴും അജ്ഞൻ തന്നെ. തനിക്കൊരിക്കലും ജഗത്തിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അചിന്ത്യ രചനാരൂപത്തിലുള്ളതാണ് ജഗത്ത്. മനുഷ്യന്റെ ചിന്ത കൊണ്ട് ജഗത്തിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. എന്റെ സങ്കല്പം കൊണ്ട് എനിക്ക് ലോകത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അതാണ് തദധ്യക്ഷ. ഈ രണ്ടിന്റെയും അധ്യക്ഷനായിരിക്കുന്നതും ഏകനായ അവ്യാകൃത അവസ്ഥയായിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ്. പരിച്ഛിന്ന അഭിമാനിനാം അധ്യക്ഷാണാം ച
തേന ഏകത്വം. അപ്പോ ഈ പരിച്ഛിന്ന അഭിമാനികളായിരിക്കുന്ന ജീവന്മാർ, അനന്തമായ ജീവന്മാർ, ആ ജീവന്മാർക്കെല്ലാം ആധാരമായിരിക്കുന്ന ആ ചൈതന്യം, അവനും ആ അന്തര്യാമിയുമായിട്ട് പരമാർത്ഥത്തിൽ ഏകമാണ്. ഇതി പൂർവോക്തം വിശേഷണം ഏകീഭൂത പ്രജ്ഞാനഘന ഇത്യാദി പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ മുമ്പ് പറഞ്ഞ എന്താണ് ഏകീഭൂതനാണ്, പ്രജ്ഞാനഘനാണ് എന്നെല്ലാം പറഞ്ഞ് യോജിക്കത്തുള്ളൂ. അല്ലാതെ ഈ ഏകത്വത്തെ മനസ്സിലാക്കാതെ സർവാന്തരീയവുമായി ജീവൻ ഏകീഭവിച്ചിരിക്കുന്നു, അവിടെ ഏകമായ ചൈതന്യമാണ് എന്നുള്ള തത്വം മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോൾ ഏകീഭൂതനായി പ്രജ്ഞാനഘനായിരിക്കുന്നെന്നും പറയുന്നതിന് അർത്ഥമില്ലാതെ വരും. അതുകൊണ്ട് ആ ഏകത്വത്തെ മനസ്സിലാക്കണം. അന്തര്യാമിയോടുള്ള ആ താതാത്മ്യത്തെ, ഏകീഭവനത്തെ മനസ്സിലാക്കിയിട്ട് ആ അന്തര്യാമിയുടെ ദൃഷ്ടിയിലാണ് ഏകമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തസ്മിൻ ഉക്ത ഹേതുസത്വാച്ച, ഈ പറഞ്ഞ ഹേതുക്കളെല്ലാം സർവേശ്വരൻ തുടങ്ങിയ വിശേഷണങ്ങളെല്ലാം അവിടെ യോജിക്കും. നമ്മൾ ആ ജീവഭാവം വിട്ടിട്ട് ആ പരമാത്മഭാവത്തെക്കുറിച്ച് ചിന്തിച്ചാലേ അത് യോജിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് തോന്നും എന്താണ്, ഞാൻ തന്നെയാണ് ലോകത്തെ സൃഷ്ടിച്ചത്, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നൊക്കെ തോന്നിപ്പോകും. നീ ഈശ്വരനാണെന്നല്ല പറയുന്നത്, നീ അജ്ഞനാണെന്നാണ് ബോധിപ്പിക്കുന്നത്. അത് സ്വന്തം അനുഭവത്തെ കാണിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു. എന്താണ് അനുഭവം? ഞാൻ അജ്ഞനാണെന്നാണ് എന്റെ അനുഭവം. സ്വന്തം അനുഭവമാണ് ഞാൻ അജ്ഞനാണ്, ഞാൻ അറിയുന്നില്ല, ഭൂതഭാവികളെ ഞാൻ അറിയുന്നില്ല, പ്രപഞ്ച രഹസ്യം എനിക്കറിയുന്നില്ല. ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. പിന്നെ സർവജ്ഞനും സർവേശ്വരനും ആകുന്ന എങ്ങനെ പറയുന്നു? ഈ ജഗത് അന്തര്യാമിയായിരിക്കുന്ന ചൈതന്യമാണ് നിന്നിലിരിക്കുന്നത്. ആ ചൈതന്യത്തിന്റെ തലത്തിൽ നീ ആ ചൈതന്യത്തോടെ ഏകീഭവിച്ചിരിക്കുമ്പോൾ എന്താണ്, നീ ആ സർവജ്ഞനിൽ നിന്ന് നിന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. ആ സർവജ്ഞൻ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. കഥം പ്രാണശബ്ദത്വം അവ്യാകൃതസ്യ, ഇവിടെ പ്രാണശബ്ദം ഉപയോഗിച്ചു. അവ്യാകൃതാത്മാവ് ഈശ്വരൻ, അതിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ പ്രാണശബ്ദം ഉപയോഗിച്ചു, ഭാഷ്യകാരൻ ഉപയോഗിച്ചു. അതെങ്ങനെ ശരിയാവും? കാരണം പ്രാണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരത്തിൽ. ശ്വാസോച്ഛ്വാസത്തിലൂടെയും മറ്റും നമ്മൾ അറിയുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അനുമാനിക്കുന്ന ഒന്നാണ് പ്രാണശക്തി. അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രാണൻ എന്ന് പറഞ്ഞ് അവ്യാകൃതനെ കുറിച്ച് പറയുന്നു, ഈശ്വരനെ കുറിച്ച് പറയുന്നു. രൂഢമായ അർത്ഥത്തിലാണ് പ്രാണശബ്ദം ഉപയോഗിക്കുന്നത്. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശക്തി വിശേഷം എന്നുള്ള നിലയ്ക്ക് ആ രൂഢമായ അർത്ഥത്തെ വിട്ടിട്ട് അന്തര്യാമി എന്നുള്ള അർത്ഥം പ്രാണശബ്ദത്തിന് നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? പ്രസിദ്ധമായ അർത്ഥങ്ങൾക്ക് മറ്റർത്ഥം പറയാൻ പാടില്ല. അത് തക്കതായ കാരണങ്ങൾ കൂടാതെ പറയാൻ പാടില്ല. അപ്പൊ ഇവിടെ അതിന് തക്കതായ കാരണം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? പ്രാണബന്ധനം ഹി സൗമ്യ മനഃ ഇതി ശ്രുതേഹി. ശ്രുതി എന്ന് പറയുന്നു. മനഃ എന്ന് വെച്ചാൽ ജീവൻ, മനസ്സ്. ജീവനെ മനസ്സെന്ന് വിളിക്കുന്നത് എന്താണോ? ജീവന്റെ മുഖ്യമായ ഉപാധി മനസ്സാണ്. ഈ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇവൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. അവന്റെ മനസ്സുകൊണ്ട് സാധിക്കത്തക്ക സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ ചെയ്യുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെയൊക്കെ അവൻ കടന്നു പോകുന്ന ഈ മനസ്സെന്ന് പറയുന്നവന് ഒന്നിനെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് മനഃപ്രധാനനാണ് ജീവൻ എന്ന് പറയുന്നത്. മനസ്സെന്ന ഉപാധി എന്ന് പറയുന്നു അത് തന്നെ. അതുകൊണ്ട് ജീവൻ ഇവിടെ പറയുന്നു മനസ്സ്. ആ ജീവൻ പ്രാണബന്ധനനാണ്, പ്രാണനോട് ഏകീഭവിച്ചവനാണ്, അന്തര്യാമിയോട് ഏകീഭവിച്ചവനാണ്. അവനവന്റെ മനസ്സുകൊണ്ട് തന്നെ അന്തര്യാമിയിൽ നിന്ന് വേർപെടുത്തുന്നു ജാഗ്രത സ്വപ്നങ്ങൾ. പരമാർത്ഥത്തിൽ അവൻ അന്തര്യാമി തന്നെയാണ്. അതാണ് അദ്വൈതം. ഇവിടെ ഒന്നേ ഉള്ളുവെങ്കിൽ പിന്നെ ഒരു അന്തര്യാമി ഒരു ജീവൻ അങ്ങനെ രണ്ടുവരാൻ പാടില്ല. പക്ഷെ നമ്മുടെ അനുഭവം അതാണ്. വാസ്തവത്തിൽ എന്താണ്? ഏകം തന്നെയാണ്. പ്രാണനോട്, അന്തര്യാമിയോട് അവനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൽ നിന്ന് വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ഒന്നായിരിക്കുന്നു. ഇത് ശാന്തോക്യത്തിൽ പറയുന്നത് സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ്. ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കും പുത്രൻ പിതാവിനോട്.
ഇപ്പൊ പറയുന്നത് എന്താണ്? അവിടെ അവന് പ്രാണബന്ധനം സംഭവിക്കുന്നു. അവിടെ പ്രാണശബ്ദത്തിന് പ്രാണശക്തി എന്നുള്ള അർത്ഥം എടുക്കരുത്, അന്തര്യാമിയാണ്. അവിടെ അവൻ അന്തര്യാമിയോട് ഏകീഭവിക്കുന്നു. അങ്ങനെ ഏകീഭവിച്ച ആ സ്ഥിതിയിൽ അവനെ ഇവിടെ പറയുന്നു അവൻ സർവജ്ഞനാണ്, സർവേശ്വരനാണ് എന്ന് പറയുന്നു. അതാണ് ഇവിടെ അദ്വൈതം. അതിനെ സംബന്ധിച്ച ചർച്ചയാണ് അടുത്ത് വരുന്നത്. നനു തത്ര സദൈവ സൗമീതി പ്രകൃതം സദ് ബ്രഹ്മ പ്രാണശബ്ദവാച്യം. ഇവിടെ പ്രാണൻ എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ പറയുന്നത് ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യമെന്നാണ്. ജഗത് കാരണനായിരിക്കുന്ന ചൈതന്യം. അതായത് ബ്രഹ്മത്തിന്റെ വാസ്തവസ്ഥിതിയെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് നിർഗുണമായി, നിർലേപമായി, നിരഞ്ജനമായി, നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്തിയിരിക്കുന്നു എന്നാണ്. യാതൊരു പ്രപഞ്ച സംബന്ധമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒന്നെന്നാണ്. എന്നാൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? അങ്ങനെയുള്ള ഒന്നിൽ നിന്ന് പറയുന്നു അവിടെ അതിനൊരു ബീജാവസ്ഥയുണ്ട്. അവിദ്യ എന്നോ മായ എന്നോ പറയുന്ന ഒരു ശക്തി വിശേഷത്തോടുകൂടി അത് സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ഛാന്തോക്യത്തിൽ സദൈവ സൗമ്യതമഗ്ര ആസീതേകമായ അദ്വിതീയം എന്നെല്ലാം പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ ആ സത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ ബീജാവസ്ഥയാണോ അതേ ശുദ്ധാവസ്ഥയാണോ? അതാണ് ഇവിടുത്തെ ചർച്ച. ശുദ്ധാവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അതാണ് വാസ്തവം, അതാണ് പരമാർത്ഥം. ബീജാവസ്ഥയാണെങ്കിലും അതിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനാണ് നമ്മൾ അന്തര്യാമി, ജഗദീശ്വരൻ, സർവജ്ഞൻ എന്നെല്ലാം വിളിക്കുന്നത്. അവിടെ സദൈവ സൗമ്യ എന്ന് പറയുന്നിടത്ത് അതിൽ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? അന്തര്യാമിയായ ആ ബീജാവസ്ഥയെക്കുറിച്ചാണോ അതോ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണോ? നേഷദോഷ ബീജാത്മകത്വ അഭ്യൂമാ സത. അവിടെ ആ സത്തെന്ന് പറഞ്ഞിരിക്കുന്നത് ബീജാത്മകമായ അവസ്ഥയാണ്. ഈ ജീവന്മാരെല്ലാം സുഷുപ്തിയിൽ ഏകീഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ഏതൊന്നിനാണോ ഏകീഭവിച്ചിരിക്കുന്നത്, ഏത് ഒരുവന്റെ ശക്തി കൊണ്ടാണോ സർവജ്ഞത കൊണ്ടാണോ അവന് പിന്നെ ഉണരാൻ കഴിയും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് അറിഞ്ഞുകൊണ്ട് ഉണരാൻ കഴിയുന്നില്ല, അറിഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. രണ്ടും അറിവില്ലാതെ പറയുന്നുള്ളൂ. അവൻ ബോധം കെട്ടുറങ്ങി, ബോധമില്ലാതെ സംഭവിക്കുന്നു. അപ്പോ ചൈതന്യസ്വരൂപനായിരിക്കുന്ന ഈ ജീവന് ബോധം നഷ്ടപ്പെടുമ്പോഴും അവനെ ഉണർത്തുന്ന ആരാണ്? ബോധമില്ലായ്മയിൽ നിന്നാണ് ബോധത്തിലേക്ക് വരുന്നത്, ഉറക്കത്തിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുന്നത്. അല്ല ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഉണരുന്നതെന്ന് വെച്ചാൽ അത് ഉണർവായി, പിന്നെ അവിടെ ഉണരേണ്ട ആവശ്യമില്ല, ഉണർന്നവനെ പിന്നെ ഉണർത്തേണ്ട ആവശ്യമില്ല. അപ്പോ ഉറങ്ങിയവനെ, ബോധം നഷ്ടപ്പെട്ടവനെ ഉണർത്തിയ അറിവ് ഏതാണ്? എന്തായാലും തന്റെ അറിവല്ല. തന്റെ അറിവായിരുന്നെങ്കിൽ തനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അറിയുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഏത് സർവജ്ഞനാണ് ഉറങ്ങിയവനെ ഉണർത്തിയത്? ഏത് സർവശക്തനാണ് ഉറങ്ങിയവനെ നിലനിർത്തിയത്? നിലനിർത്താൻ പറ്റുന്നു. ഈ ശരീരത്തിൽ ഈ ജീവനെ നിലനിർത്തുന്ന എന്താണ്? ഈ പ്രാണനും, എന്നുവെച്ചാൽ ഈ ജീവശക്തികളാണ് നിലനിർത്തുന്നത്. പ്രാണൻ തന്നെ നിലനിർത്തുന്നത് പ്രധാനമായിട്ട്. ചൈതന്യത്തിന്റെ സഹായത്തോടുകൂടി ഈ പ്രാണൻ നിലനിർത്തുന്നു. ഉറക്കത്തിലോ അവിടെ ചൈതന്യത്തിന്റെ സഹായത്തോടുകൂടി ഈ പ്രാണൻ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഏതൊരു ശക്തിയാണ് നിലനിർത്തിയത്? ഈ ശരീരത്തെയും ഈ പ്രാണനെയും കൂടെ ബന്ധിപ്പിച്ചത് ഉറക്കത്തിലും. അതാണ് സർവേശ്വരൻ, സർവ ഐശ്വര്യങ്ങളുമുള്ളവൻ, സർവവിഭൂതികളുമുള്ളവനാണ് അത് ബന്ധിപ്പിച്ചത്. അല്ല താനല്ല, അജ്ഞനായ താനല്ല. ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ജീവനെ നിലനിർത്താൻ വേണ്ടിയൊക്കെ പരിശ്രമിക്കാം. ഭക്ഷണം കഴിക്കാം, വ്യായാമം ചെയ്യാം, രോഗങ്ങളെ ഇല്ലാതാക്കാം, പലതും ചെയ്യാം. പക്ഷെ ഉറക്കത്തിൽ ഇതൊക്കെ ചെയ്താര്? നിലനിർത്തിയാര്? അതുകൊണ്ടാണ് സർവേശ്വരൻ എന്ന് പറയുന്നത്, സർവ്വ ഐശ്വര്യങ്ങളും ഉള്ളവൻ. അപ്പോൾ ഇവൻ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ ഇരുന്ന് പ്രവർത്തിക്കുന്നവൻ.
അവന്റെ പ്രവർത്തനത്തെയാണ് പാർശ്വസ്ഥം കാണുന്നത്, അടുത്തിരിക്കുന്നവൻ കാണുന്നത്. ഇവന്റെ പ്രാണൻ ചരിക്കുന്നു, ഇവന്റെ ജീവൻ നിലനിർക്കുന്നു എന്നെല്ലാം കണ്ടു പറയുന്ന ആരുടെ പ്രവൃത്തിയാണത്? സർവീശ്വരന്റെ പ്രവൃത്തിയാണ് ആ കാണുന്നത്. അല്ല തന്റെ പ്രവൃത്തിയാണോ? അല്ല, തന്റെ പ്രവൃത്തിയാണോ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. തനിക്ക് അവിടെ ഒരു പ്രവൃത്തിയില്ല, തനിക്ക് അവിടെ ഒരു ബോധവുമില്ല. ആരുടെ ബോധം, ആരുടെ പ്രവൃത്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്? സർവീശ്വരന്റെയാണ്. ആ സർവീശ്വരനെയാണ് ഇവിടെ പറയുന്നത് സത്തം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തോടും ശക്തിവിശേഷങ്ങളോടും കൂടി ഇരുന്ന സർവീശ്വരൻ, ബീജാത്മകനായിരിക്കുന്ന ജഗത്കാരണനായിരിക്കുന്ന സർവേശ്വരൻ, അവനെയാണ് ഇവിടെ ഉപനിഷത്തിൽ സത്തെന്ന് പറയുന്നത്. അല്ല സർവ്വ ഉപാധി വിനിർമുക്തമായ അവസ്ഥയല്ല അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു സർവേശ്വരനും സർവജ്ഞനും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാനും ഉണരാനും കഴിയുന്നത്. ഇല്ലെങ്കിൽ അത് സംഭവിക്കത്തില്ല. അതാണ് പറയുന്നത് ബീജാത്മകത്വ അഭ്യൂമാ സതഃ. ആ സത്തെന്ന് പറയുന്നത് എന്താണ്? അന്തര്യാമിയാണ്, സർവജ്ഞനും സർവേശ്വരനുമാണ്. അവനാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത്, അവനാണ് ഈ ജീവന്മാരെ സൃഷ്ടിക്കുന്നതെന്ന് അടുത്ത് കാരികയിൽ പറയും. ഒരു ജീവൻ ഇരുന്നുകൊണ്ട് തന്റെ ചുറ്റും അനേക ജീവന്മാരെ കാണും, അവന്റെ അനുഭവത്തിൽ കാണും. അപ്പൊ താൻ കാണുന്ന ഈ അനേക ജീവന്മാര് തന്റെ സൃഷ്ടിയാണ്. പറ്റത്തില്ല. അനേക ജീവന്മാരെ തനിക്ക് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? താൻ ആ അനേകത്തിൽ ഒരുവനാണ്. ഒരു പൂജ്യത്തിന് വേറൊരു പൂജ്യത്തെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അനേകത്തിൽ ഒരുവനായിരിക്കുന്ന തനിക്ക് മറ്റ് ജീവന്മാരെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഒരു അവ്യാകൃതനെ അവിടെ അംഗീകരിച്ചേ പറ്റൂ. അവനാണ് തന്നെ സൃഷ്ടിച്ചത്, അവൻ തന്നെയാണ് മറ്റുള്ളവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബീജാത്മകനായ ജഗദന്തര്യാമിയെ ആണ് ശ്രുതി പറയുന്നത് സദൈവ സൗമ്യ, അല്ലയോ പുത്ര, അവിടെ സത്തായിരുന്നു. ഈ സൃഷ്ടിക്ക് മുമ്പ് സത്ത് തന്നെയായിരുന്നു. ഈ ഉണർവിന് മുമ്പ് സത്ത് തന്നെയായിരുന്നു. രണ്ടിനോട് യോജിക്കും. നീ ഉണരുന്നതിന് മുമ്പ് എന്തായിരുന്നു? ആ സത്തായിരുന്നു. അവിടെ സർവീശ്വരൻ മാത്രമായിരുന്നു. നിന്നെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്ത സർവീശ്വരൻ. ഈ സൃഷ്ടിക്ക് മുമ്പ് എന്തായിരുന്നു? അവിടെയും ആ സർവീശ്വരൻ തന്നെയായിരുന്നു എന്നാണ്. യദ്യപി സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യം തത്ര തഥാപി ജീവപ്രസവ ബീജാത്മകത്വം അപരിത്യജീവ പ്രാണശബ്ദവാച്യത്വം സദഃ സത്ശബ്ദവാച്യത. സത് എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ്. പ്രാണശബ്ദം കൊണ്ട് അതിനെയാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നതിന്റെ വാസ്തവ സ്വരൂപം എന്താണ്? ഈ കോലാഹലങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഈ പ്രാപഞ്ചികമായ യാതൊരു വിശേഷതകളും ഇല്ലാത്തതാണ്. ഈശ്വരന്റെ സൃഷ്ടിയാണ് നമ്മൾ കാണുന്നു അനുഭവിക്കുന്നുവല്ല. ഈ സൃഷ്ടിയുടേതായ യാതൊരു തരത്തിലുള്ള ന്യൂനതകളും സംഭവിക്കാൻ പാടില്ലാത്തതായിരിക്കണം സൃഷ്ടികർത്താവ്. അതുകൊണ്ടാണ് സൃഷ്ടികർത്താവിനെ നിർഗുണൻ എന്ന് പറയുന്നത്. എന്താണ്? സൃഷ്ടിയിൽ നമ്മൾ കാണുന്നതെല്ലാം ഗുണങ്ങളാണ്. ആ ഗുണങ്ങളെല്ലാം എന്താണ്? ന്യൂനതകളാണ്, ദ്വന്ദ്വാത്മകമാണ്. ഇതെല്ലാം ഉള്ളവനാണ് സൃഷ്ടികർത്താവെന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ന്യൂനതകളെല്ലാം സൃഷ്ടികർത്താവിലും വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ സൃഷ്ടികർത്താവും ഈ സൃഷ്ടിയെപ്പോലെ തന്നെ അല്പജ്ഞനും അശക്തനും പരിച്ഛിന്നനും എല്ലാം ആയിപ്പോവും. അങ്ങനെ ഒരാൾക്ക് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. സൃഷ്ടികർത്താവ് ഇതിൽ നിന്നെല്ലാം അതീതനായിരിക്കണം. അതീതനായിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? അതിനെ നിർഗുണമെന്നേ പറയാൻ പറ്റൂ. വേറെന്ത് പേരിട്ട് വിളിക്കും? ഇതാരാ സൃഷ്ടികർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ജീവനാണ്. അവനെന്താണ്? അവൻ സഗുണനാണ്. നിർഗുണനായ ഒരു ജീവനുണ്ടോ? ഇല്ല. അവൻ അനന്ത ഗുണങ്ങളോടുകൂടിയായിരിക്കുന്നത്. അപ്പൊ അവൻ കരുതുകയാണ് എന്നെപ്പോലെയാണ് സൃഷ്ടികർത്താവെന്ന് പറഞ്ഞാൽ താൻ തന്നെ സൃഷ്ടിക്കുന്നു. തനിക്കതിന് ശേഷിയില്ലല്ലോ. എന്തുകൊണ്ടാണ്? താൻ സഗുണനായിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് തനിക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തത്. തനിക്ക് സൃഷ്ടിക്കാൻ കഴിയാത്ത കാര്യം ഇവിടെ സാധിച്ചയാൾ തന്നെ പോലെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോ അത് നിർഗുണനാണ്. അതാണ് ഈ അദ്വൈതത്തിൽ നിർഗുണം നിർഗുണമെന്ന് പറയുന്നത്.
നമ്മൾ ധരിച്ചിരിക്കുന്ന വേറെ ഏതെങ്കിലും രീതിയിലല്ല. തന്റെ സഗുണത്വം തനിക്ക് അനുഭവമുള്ളതുകൊണ്ട് തന്നിൽ നിന്നും വിലക്ഷണനായ ഒരുവന് മാത്രമേ തന്നെ സൃഷ്ടിക്കാൻ കഴിയൂ. കാരണം ആ സൃഷ്ടി തനിക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് സൃഷ്ടികർത്താവിന്റെ യഥാർത്ഥ സ്ഥിതി നിർഗുണമായിരിക്കണം. എന്നുവെച്ചാൽ തന്നെപ്പോലെ അല്ല എന്നേ അതിനർത്ഥമുള്ളൂ. ആ നിർഗുണ രൂപത്തിൽ അതാണ് അതിന്റെ പരമാർത്ഥ രീതി. അതാണ് അതിന്റെ പരമാർത്ഥമെങ്കിൽ പിന്നെ ഈ പ്രപഞ്ച കോലാഹലമെല്ലാം എങ്ങനെ? ഇവിടുന്ന് ഇതിനെന്താ സമാധാനം? അതിനുവേണ്ടി പറയുന്നു, ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ആ നിർഗുണനും ഒരു സഗുണഭാവത്തെ കൈക്കൊള്ളുന്നു. അതാണ് അടുത്ത് പറയുന്നു ജീവപ്രസവ ബീജാത്മകത്വം. അത് അംഗീകരിച്ചേ പറ്റൂ. ഈ ജീവസൃഷ്ടിയുടെ ജീവപ്രസവ ബീജാത്മകത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവസൃഷ്ടിയുടെ കാരണത്വം അത് ഈശ്വരൻ അംഗീകരിച്ചേ പറ്റൂ. അതെന്താ ഇത്ര പ്രയാസപ്പെട്ട് ഈശ്വരൻ അതിനെ സമർത്ഥിക്കുന്നത്? കാരണം ജീവൻ അതിന് കഴിയുന്നില്ല. ഒരു ജീവന് വേറൊരു ജീവനെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. പറയാതെ മാതാപിതാക്കന്മാർ സന്താനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. എന്താ സൃഷ്ടിക്കുന്നത്? ശരീരത്തെ സൃഷ്ടിക്കുന്നു. ശരീരത്തെയാ സൃഷ്ടിച്ചത്, ചൈതന്യത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. സ്വേച്ഛയാ ചൈതന്യത്തെ സൃഷ്ടിക്കാനും നിലനിർത്താനും നശിപ്പിക്കാനും ഒന്നും മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യമില്ല. ശരീരത്തെ സൃഷ്ടിക്കാൻ പറ്റും. അതാണ് ജീവന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെ ചൈതന്യം ഒത്തായ ശരീരങ്ങളെയും ജഡമായ വസ്തുക്കളെയും കുലാലൻ ഘടത്തെ സൃഷ്ടിക്കുന്നു. സ്ത്രീ പുരുഷന്മാർ സന്താനങ്ങളെ സൃഷ്ടിക്കുന്നു. ഇതേ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ ജീവനെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല സ്വാതന്ത്ര്യമായിട്ട്. അപ്പൊ ജീവപ്രസവ ബീജാത്മകമായ ഒന്നുണ്ട്. അതാണ് അവിടെ സത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ജഗദീശ്വരൻ. അവനോടാണ് സുഷുപ്തിയിൽ താൻ ഏകീഭവിച്ചത്. ജാഗ്രതത്തിനും സ്വപ്നത്തിനും എന്ത് ചെയ്യുന്നു? പരമാർത്ഥത്തിൽ അതാണെങ്കിലും താൻ അവനിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്തിനെ കൊണ്ട്? തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൊണ്ട് പ്രപഞ്ച വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് താൻ അവനിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. സുഷുപ്തിയിൽ ഇതൊന്നും പ്രവർത്തിക്കാത്തതുകൊണ്ട് ആന്തര്യാമിയോട് ഏകീഭവിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവപ്രസവ ബീജാത്മകത്വം അപരിത്യ ജീവ പ്രാണശബ്ദവാച്യത്വം. അപ്പൊ അവിടെ പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്തര്യാമിയാണ്, ബീജാത്മകനായാണ്. സത്ശബ്ദവാച്യത. എന്നാലേ സത്ശബ്ദത്തിന് അർത്ഥം വരും. സദൈവ സൗമ്യ എന്ന് പറയുന്ന സത്ശബ്ദത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഈശ്വരൻ. നിർഗുണമെന്ന് പറഞ്ഞാലോ ആ ശബ്ദത്തിന് അർത്ഥമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? ആ ശബ്ദത്തിന് അർത്ഥമില്ലെന്നാണ്. എന്തുകൊണ്ട്? നിർഗുണത്തെ ഒരു ശബ്ദം കൊണ്ട് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. യദിഹി നിർബീജരൂപം വിവക്ഷിതം ബ്രഹ്മ ഭവിഷ്യത് നേതി നേതി യഥോ വാചോ നിവർത്തന്തേ അന്യദേവ തദ്വിദിതാത് അധോ അവിദിതാത് അവക്ഷ്യത്. നിർഗുണത്തെ ഒരു ശബ്ദം കൊണ്ടും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി നിർഗുണത്തെ ബോധിപ്പിക്കണമെങ്കിലോ നേതി നേതി എന്നേ പറയാൻ പറ്റും. സത്തെന്ന് പറയാൻ പറ്റത്തില്ല, സച്ചിദാനന്ദം എന്ന് പറയാൻ പറ്റത്തില്ല. അതല്ല യഥോ വാചോ നിവർത്തന്തേ, ഏതിൽ നിന്നാണോ വാക്കും മനസ്സും അപ്രാപ്യ മനസ്സാ സഹ എല്ലാം നിവർത്തിക്കുന്നത്, അന്യദേവ തദ്വിദിതാ, അത് അറിഞ്ഞതിനപ്പുറമാണോ, അധോ അവിദിതാദപി, അറിയാത്തതിനും അപ്പുറമാണെന്നേ പറയാൻ പറ്റും. അതാണ് നിർഗുണത്തെക്കുറിച്ച് പറയുന്നത്. സുഷുപ്തിയെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഒന്നും അറിഞ്ഞില്ലെന്നാണ്. അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അത് നിർഗുണമല്ല, സബീജമാണത്. നിർഗുണത്തെയാണെങ്കിലോ എങ്ങനെ പറയാൻ പറ്റുമോ? അറിഞ്ഞതിനപ്പുറമാണ്, അറിയാത്തതിനും അപ്പുറമാണ്. എന്നുവെച്ചാൽ അറിവില്ല, അസത് എന്നുള്ള ശബ്ദം കൊണ്ടും അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല, സത്ത് എന്നുള്ള ശബ്ദം കൊണ്ടും അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ശബ്ദത്തിനും അത് വാച്യമാകത്തില്ല. പരമാർത്ഥത ബോധിപ്പിക്കുന്നതിന് ഒരു ശബ്ദവും
സക്ഷമമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ശാസ്ത്രം സത്യത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. സത്യത്തെ ബോധിപ്പിക്കുന്നതിന് സത്യം എന്നുള്ള വാക്കും പര്യാപ്തമല്ല എന്നാണ്. ബ്രഹ്മസത്യം എന്ന് പറയുന്നു. അപ്പോൾ സത്യമെന്ന് പറയുന്നതിനെ ബ്രഹ്മത്തെ, പക്ഷെ ആ സത്യം എന്ന് പറയുന്ന വാക്ക് അതിന് പര്യാപ്തമല്ല സത്യത്തെ ബോധിപ്പിക്കാൻ. ഒരു ശബ്ദം അതിന് അല്ല. പിന്നെ ഈ പറയുന്നതൊക്കെ ബ്രഹ്മമെന്ന് പറയുന്നു, സത്യമെന്ന് പറയുന്നുവല്ല, അത് അതിന്റെ പരമാർത്ഥ സ്വരൂപത്തെയല്ല ബോധിപ്പിക്കുന്നു. ജഗത് കാരണമായ അന്തര്യാമിയായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന സർവശക്തമായിരിക്കുന്ന ഒരു ഭാവത്തെയാണ് അത് ബോധിപ്പിക്കുന്നത്. അതിനെ ഈ വാക്കുകൾ കൊണ്ട് ബോധിപ്പിക്കാം. അതുകൊണ്ട് ശാസ്ത്രം സത്യത്തെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്, തികച്ചും സാങ്കേതികമായ അർത്ഥത്തിലാണ് പറയുന്നത്. അതിനെ ശാസ്ത്രത്തിന് ബോധിപ്പിക്കാൻ പറ്റില്ല, ഒരു ഗുരുവിനും ബോധിപ്പിക്കാൻ പറ്റില്ല. അതിനെ ബോധിപ്പിക്കാനൊന്നുമില്ല, വേദത്തിനും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് വേദം തന്നെ പറയുന്നു. അതേ വേദം തന്നെ ശ്രമിക്കുന്ന എന്താണ്? വേദത്തിലെ മുഴുവൻ വാക്കുകളും, വേദം തന്നെ പറയുന്നു, വേദത്തിലെ മുഴുവൻ വാക്കുകളും ആ സത്യത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അതേ വേദം തന്നെ പറയുന്നു അസത്യത്തെ വേദത്തിന് ബോധിപ്പിക്കാൻ സാധ്യമല്ല. എന്താണ് അതിന്റെ താല്പര്യം? അതിന്റെ പരമാർത്ഥ രൂപത്തെ, അതിനെ ഭാവാത്മകമായി ഇന്നതാണ് എന്ന് ബോധിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ നിഷേധാത്മകമായി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റും. എങ്ങനെ? നേതി. അത് ശബ്ദത്തിന്റെ പരിമിതിയാണ്, അർത്ഥബോധത്തിന്റെ പരിമിതിയാണ്. ഇതല്ല എന്നേ ബോധിപ്പിക്കാൻ പറ്റും. വാക്കും മനസ്സും നിവർത്തിക്കുന്ന സ്ഥലമാണ്, അറിയുന്നതിനും അറിയപ്പെടാത്തതിനും അപ്പുറമാണ്. അങ്ങനെയാണ് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന്. ഈ ഒരു വാക്കുകളും അതിനെ ബോധിപ്പിക്കുന്നതുമില്ല. നിത്യപക്ഷം. അപ്പോൾ ഇവിടെ സത്തെന്ന് പറഞ്ഞല്ലോ ശ്രുതിയിൽ, അപ്പോൾ അവിടെ ആ നിർബീജാവസ്ഥയാണ് ബോധിപ്പിക്കുന്നത്. അസദുച്യതേ ഇതി സ്മൃതേഹേ. ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചതാണ്. ബ്രഹ്മമാണ്, സത്താണെന്നൊക്കെ നമ്മൾ ആവർത്തിച്ച് പറയുമെങ്കിലും പരമാർത്ഥത്തിൽ എന്താണ്? സത്ത് ശബ്ദം കൊണ്ടോ അസത് ശബ്ദം കൊണ്ടോ അതിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളതിന് സത്തെന്നൊരു പേരിടരുത്. സത്യത്തിന് നിങ്ങൾ സത്യമെന്ന് പേരിട്ട് വിളിക്കരുത് എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തിന് ബ്രഹ്മമെന്നുള്ള ഒരു പേരാണെന്ന് ധരിക്കരുത്. ഈശ്വരൻ പേരുള്ളവനാണെന്ന് ധരിക്കരുത്. പേരുള്ളതെല്ലാം എന്താണ്? പ്രാപഞ്ചികമാണ്. ഈശ്വരന്റെ സൃഷ്ടിക്കാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഈശ്വരന്റെ സൃഷ്ടിയാണ് ജീവൻ, അവൻ പേര് കൊടുക്കുന്നു. ഈശ്വരൻ നിശ്ചയമനുസരിച്ച് സംഭവിക്കുന്നു. ഈശ്വരൻ എങ്ങനെ പേരിടാൻ പറ്റും? തന്റെ സൃഷ്ടിക്ക് താൻ പേരിടുന്നത് പോലെ സൃഷ്ടികർത്താവിന് പേരിടാൻ പറ്റും. അപ്പോൾ സൃഷ്ടികർത്താവിന് പേരില്ല, നാമമില്ല. അതുകൊണ്ടെന്ന് പറയുന്നു, അത് സത്തെന്നുള്ള ശബ്ദം കൊണ്ടോ അസത്തെന്നുള്ള ശബ്ദം കൊണ്ടോ ഒന്നും അതിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതാണ് പരമാർത്ഥം. എന്നാലും നമ്മളെ ബോധിപ്പിക്കുന്നത്, പരമാവധി ബോധിപ്പിക്കുന്നത് സത്ശബ്ദം കൊണ്ടാണ്. എന്തുകൊണ്ടത് അതിന്റെ സ്വാഭാവികമായ അവസ്ഥയാണ്. അങ്ങനെ അത് മനസ്സിലാക്കുക. ഈശ്വരബോധത്തെ പരമാവധി ഉണ്ടാക്കുക, എന്നാൽ അത് ശരിയായ രീതിയിൽ ഉണ്ടാക്കുക. അതാണ് ഈശ്വരബോധം. എങ്ങനെയെങ്കിലും എല്ലാവർക്കും ഉണ്ട്. ശ്രുതി ഉദ്ദേശിക്കുന്ന അതല്ല. അതിന് പരമാവധി അതിന്റെ ശരിയായ രീതിയിൽ ഉണ്ടാക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഈ രീതിയിലെല്ലാം വിശദീകരിക്കുന്നത്. വാസ്തവത്തിൽ അവിടെ പുതിയതായൊരു ബോധത്തെ നമുക്ക് ഉണ്ടാക്കി തരുന്നില്ല. നമ്മൾ ഇരിക്കുന്ന ഭ്രാന്തികളെ മാറ്റുന്നതേ ഉള്ളൂ. ഈശ്വരബോധം എന്ന് പറഞ്ഞൊരു പുതിയൊരു ബോധം പൊട്ടിമുളച്ച് വരത്തൊന്നുമില്ല. എന്ത് ഭ്രാന്തികളാണോ ഇപ്പൊ നിലനിൽക്കുന്നത് അത് ഇല്ലാതെയാകുന്നു. പിന്നെ ശേഷിക്കുന്നതെന്തോ അതാണ്. അതാണ് നേരി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പ്രാപഞ്ചികമായ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അറിവിനെ ആർജിക്കുന്നത് പോലെ നമുക്ക് ഈശ്വരനെ സംബന്ധിച്ച് ഒരു അറിവിനെ ആർജിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട്? നമ്മുടെ അറിവിൽ അല്പജ്ഞനായിരിക്കുന്ന, തുച്ഛനായിരിക്കുന്ന ഈ ജീവന്റെ എത്ര വലിയ അറിവായാലും ആ അറിവിൽ ഒതുക്കിക്കളയാവുന്നുള്ള ഒന്നല്ല ഈശ്വരൻ. പിന്നെ നമ്മൾ ഈ ആർജിക്കുന്ന അറിവുകളെല്ലാം ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നതിന് മാത്രമേ സഹായിക്കത്തുള്ളൂ. അതാണ് പറയുന്നത് അസത്. സത്തെന്നോ അസത്തെന്നോ ഒന്നും അതിനെ പറയാൻ പറ്റത്തില്ല. നിർബീജത സതി ലീനാനാം സമ്പന്നാനാം സുഷുപ്തപ്രളയോഹോ പുനരുത്ഥാനം.
അനുപത്തി. ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് നിർഗുണമായ ആ ചൈതന്യത്തെയാണെന്ന് പറഞ്ഞാലോ അല്ല. സുഷുപ്തി എന്ന് പറയുന്ന ഒരവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത് ആ നിർഗുണമായ അവസ്ഥയല്ല. ഉറക്കമെന്ന് പറയുന്നത് ആ പാരമാർത്ഥികമായ ആത്യന്തികമായ നിലയെന്ന് നമ്മളെ ധരിപ്പിക്കുകയല്ല ചെയ്യും. ആത്യന്തികവും പാരമാർത്ഥികവുമായ സ്ഥിതി എപ്പോഴും ഉള്ളത് തന്നെ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ഉള്ളത് തന്നെ. എന്നാലും നമ്മൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് സുഷുപ്തി, നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ജാഗ്രത. ഇത് ആ പാരമാർത്ഥികതയിൽ നിന്നും വ്യത്യാസം ഉണ്ട്. എന്താണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്? അവിടെ ആ നിർബീജതയില്ല, നിർഗുണത്വമില്ല സുഷുപ്തി. എന്തുകൊണ്ട്? അവിടെ നമ്മൾ എന്ത് പറയുന്നു? അറിയുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? അറിയുന്നതിനും അറിയാത്തതിനും അപ്പുറമാണ് വാസ്തവം. സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് അങ്ങേയറ്റം അറിയാവുന്നുള്ള എന്താണ്? ഒന്നും അറിയുന്നില്ല. ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നതാണോ പരമാർത്ഥം? അല്ല. അത് പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിന്റെ ആവശ്യമില്ല. അത് പരമാർത്ഥമാണെങ്കിൽ പിന്നെ ആരും ഉണരത്തുമില്ല. മുക്തൻ പിന്നീട് സംസാരത്തിലേക്ക് വരുന്നില്ല, വീണ്ടും അവന് ബന്ധനം വരുന്നില്ല. കാരണം നിർബീജത ഏവ ചേസതി, ആ സുഷുപ്തനിൽ നിർബീജതയാണ് സംഭവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ലീനാനാം സമ്പന്നാനാം സുപ്തപ്രളയോഹോ പുനരുത്ഥാന അനുഭൂതി സ്യാത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഉറങ്ങുന്നവന് പിന്നീട് ഉണരാൻ കഴിയാതെ വരും. പരമാർത്ഥം ആണ് സദാ നിലനിൽക്കുന്നത്. ഈ കാലദേശങ്ങളുടെ പരിമിതികളിൽ തന്നെ കാലദേശ അതിവർത്തിയായി നിൽക്കുന്നതാണ് പരമാർത്ഥം. അങ്ങനെ ആ പരമാർത്ഥം അതായിരിക്കെ തന്നെ നമ്മൾ ഉണരുന്നു, ഉറങ്ങുന്നു, സ്വപ്നം കാണുന്നു. അപ്പോൾ ഈ ഉറക്കത്തിലും ഉണർവിലും സ്വപ്നത്തിലും ഒരു അപരമാർത്ഥതയുണ്ട്, ഒരു അസത്യതയുണ്ട്. ആ അസത്യതയും നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അസത്യത നിൽക്കുന്നതുകൊണ്ടാണ് ഉറങ്ങിയിട്ട് വീണ്ടും ഉണരേണ്ടി വരുന്നത്. ആ അസത്യത നിലനിൽക്കുന്നതുകൊണ്ടാണ് ഉറക്കത്തിൽ ആ അന്തര്യാമിയോട് ഏകീഭവിച്ചിട്ടും വീണ്ടും ഉണർന്നു വരേണ്ടി വരും. അത് വരുമല്ലോ. എന്തുകൊണ്ട്? ആന്തര്യാമി തന്നിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിച്ചത്, ഈ ജീവനെ സൃഷ്ടിച്ചത്. അതടുത്ത് പറയും. അവനോട് ഏകീഭവിച്ചിരുന്നവനെ തന്നെ അവൻ രണ്ടാക്കിയത്. ചിലന്തി തന്റെ തന്നെ ഉപാദാനങ്ങൾ എടുത്തുകൊണ്ടാണ് അതിന്റെ വലയെ നെയ്തത്, വീണ്ടും തന്നിൽ തന്നെ വിലയിപ്പിക്കുന്നു. അപ്പൊ താൻ അവിടെ വിലയിക്കുന്നു, താൻ വീണ്ടും ഉണർന്നു വരുന്നു എന്നതുകൊണ്ട് തനിക്ക് മുക്തി കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരനധീനനായി മായാധീനനായി താൻ സദാ പ്രദക്ഷിണം ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഈ സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് സുഷുപ്തിയിൽ പാരമാർത്ഥികമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണരാൻ കഴിയാതെ വരും. അതുകൊണ്ട് അത് സംഭവിക്കുന്നില്ല. അവിടെ എന്തോ ഒരു ന്യൂനതയുണ്ട്, എന്തോ ഒരു പോരായ്മയുണ്ട്. സുഷുപ്തിയിൽ എന്താണ് പോരായ്മ? അത് ഈശ്വരനെ അറിയാൻ പറ്റും. എന്നാലും നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഒരു പോരായ്മ ഉണ്ടെന്നേ പറയാൻ പറ്റും. ആ പോരായ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ജീവന് അത് പിടികിട്ടാത്തതുകൊണ്ട്, ജീവന് മനസ്സിലാക്കി തരാൻ മറ്റാർക്കും കഴിയാത്തതുകൊണ്ട്, അത് ഈശ്വരന്റെ തന്നെ രഹസ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഈശ്വരൻ ജീവൻ അത് വെളിപ്പെടുത്തി കൊടുക്കാത്തതുകൊണ്ട് ജീവൻ അതിനെക്കുറിച്ച് പരമാവധി ചിന്തിച്ച് അവന് പറയാൻ കഴിയുന്ന എന്താണ്? മായ, അവിദ്യ, അജ്ഞാനം. ഈ ശബ്ദത്തിലൂടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങേയറ്റം നമുക്ക് പറയാമെന്നുള്ള എന്താണ്? നമുക്ക് പിടികിട്ടാത്തത്. അതാണ് വാസ്തവം. സുഷുപ്തിയിൽ നമുക്ക് പിടികിട്ടാത്ത എന്തോ ഒന്ന്, അതുകൊണ്ട് വീണ്ടും ഉണർന്നു വരുന്നു. അത് നമുക്ക് ഏത് പേരിട്ടും വിളിക്കാം. അടുത്തിനി പറയും അവിദ്യയെന്നോ മായയെന്നോ ഒക്കെ പറയാം. അപ്പൊ ഒന്ന് തന്നെ എന്നുവെച്ചാൽ യാതൊരു തരത്തിലുള്ള വാദവിവാദങ്ങൾക്കും ഇടം കൊടുക്കാത്ത സ്ഥാനമാണ് സുഷുപ്തി. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നോ എന്തെങ്കിലും ഇല്ലെന്നോ ഒന്നും തർക്കിച്ചിട്ട് കാര്യമില്ല. അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെയാണ്. അദ്വൈതം തന്നെ ചില
ചിന്താഗതികളെ പിന്തുടരുന്നവരവിടെ ചിലർ പറയും അവിടെ അജ്ഞാനമുണ്ട്, ചിലർ പറയും ഇല്ല, ഉണ്ടില്ല എന്ന് തർക്കിക്കേണ്ട ഒരിടമല്ല, അതെങ്കിലും അവിടെ തർക്കിക്കും. അത് മനുഷ്യന്റെ ബുദ്ധിയുടെ കസർത്തുകൾ. ഇവിടെ പറയുന്നത് എന്താണ്? അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഉറങ്ങുന്നവൻ ഉണർന്നു വരുന്നു. സംസാരിയായി ഉറങ്ങുന്നവൻ സംസാരിയായി തന്നെ വരുന്നു. അവൻ മുക്തനാകുന്നില്ല. അവനെ മുക്തനാക്കാത്ത എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. എന്താ അത്? അത് ഈ ജാഗ്രത സംഭവിച്ചിരിക്കുന്നതന്നെ. ജാഗ്രതയിൽ എന്തുകൊണ്ടാണ് അവൻ മുക്തനാകാത്തത്? അത് തന്നെയാണ് സൃഷ്ടിയിൽ അവനെ മുക്തനാക്കാൻ അനുവദിക്കാതിരിക്കുന്നത്. അതെന്താ കാര്യം? നമുക്കറിയത്തില്ല. അറിയില്ലെങ്കിൽ എന്ത് പറയും? അവിദ്യ എന്ന് പറയുക, അജ്ഞാനം എന്ന് പറയുക, അല്ലെങ്കിൽ മായ എന്ന് പറയുക. അതാർക്കറിയും? അത് സർവേശ്വരനും സർവജ്ഞനുമായിരിക്കുന്ന ഈശ്വരനെ അറിയാൻ പറ്റും. അതാണ് പുനരുത്ഥാനാനുഭൂതി. അവിടെ ആ ഏകീഭവനം പൂർണ്ണമായിരുന്നെങ്കിൽ പിന്നീട് ഉണരത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ഏകീഭവനം സംഭവിച്ചെങ്കിലും ഈശ്വരൻ അവനെ വീണ്ടും ഈ പ്രപഞ്ചത്തിലേക്ക് തള്ളിവിടുന്നു. സൃഷ്ടി വീണ്ടും ആവർത്തിക്കുന്നു. വീണ്ടും അവൻ സംസാരത്തിലേക്ക് വരുന്നു. വീണ്ടും തിരിച്ച് അവിടേക്ക് തന്നെ പോകുന്നു. മുക്താനാംച പുനരുത്പത്തി പ്രസംഗ. ഈ സുഷുപ്തിയും മുക്തിയും ഒന്നായിരുന്നെങ്കിൽ പിന്നെ മുക്തിക്ക് വിശേഷമൊന്നും ഉണ്ടാകത്തില്ല. കാരണം മുക്തനും വീണ്ടും സംസാരത്തിലേക്ക് വരുമെന്ന് പറയും. അല്ല, മുക്തൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിനും എല്ലാം മുക്തനാണ്. അജ്ഞൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിനും എല്ലാം ഒരുപോലെ അജ്ഞനാണ്. ഈ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മുക്തന് സംസാരമില്ല, മുക്തന്റെ അനുഭവമാണ്. തനിക്ക് സംസാരമില്ല എന്നുള്ളത് മുഞ്ചാനോപി നടിപ്പിയതേ അടുത്ത് പറയും. അജ്ഞന്റെ അനുഭവമല്ല, അജ്ഞന്റെ അനുഭവമാണ്. ആര് ശ്രുതി പറയേണ്ട കാര്യമില്ല. നീ അജ്ഞനാണ്, ശ്രുതി പറയുന്നുണ്ട് നീ അജ്ഞനാണ്. അതവന്റെ അനുഭവത്തെ അവന് വിശദീകരിച്ചു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ശ്രുതി പറഞ്ഞിട്ടെല്ലാമേ അറിഞ്ഞ അജ്ഞനാണ്. എങ്ങനെയാണോ അജ്ഞന് തന്റെ അജ്ഞത പ്രത്യക്ഷമായിരിക്കുന്നത്, അതുപോലെ മുക്തന് തന്റെ മുക്തിയും പ്രത്യക്ഷമാണ്. ഈ രണ്ടും ഇവിടെ ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഇവിടെ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും എല്ലാം ഒന്നിക്കുന്നുണ്ട്. ഒന്നിച്ചാലും ഇവരെല്ലാം രണ്ടുപേരും രണ്ടു വഴിക്കാണ് യാത്ര. ഒരാൾ ബന്ധനത്തിലൂടെ യാത്ര, ഒരാൾ മുക്തിയിലൂടെ യാത്ര. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഇവർക്ക് തുല്യത അവകാശപ്പെടാൻ പറ്റുമോ? ജാഗ്രതത്തിൽ മുക്തനും അജ്ഞനും എന്തെങ്കിലും തുല്യത ഉണ്ടോ? ഇല്ല. സ്വപ്നത്തിലുണ്ടോ? ഇല്ല. എന്നാ പിന്നെ സുഷുപ്തിയിൽ കാണോ? അതാണ് ഇവിടെ പറയുന്നത്. സുഷുപ്തിയിലുമില്ല. സുഷുപ്തിയിലും ബന്ധനത്തിൽ അങ്ങനെ തന്നെ മുക്തൻ തന്നെ. അപ്പൊ ഇവരെ രണ്ടുപേരും ഈ ഏതെങ്കിലും മൂന്നവസ്ഥയിൽ എവിടെയെങ്കിലും വെച്ച് ഒന്നാണെന്ന് പറയാൻ പാടില്ല. രണ്ടും രണ്ട് തന്നെയാണ്. അതാണ് പറയുന്നത് മുക്താനാം പുനരു ഉത്പത്തി പ്രസംഗ. നിങ്ങൾ പറയണം സുഷുപ്തിയിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തനും വീണ്ടും തിരിച്ചു വരും. മുക്തനെയും പിന്നെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ആ ഏകീഭവനം സുഷുപ്തിയിൽ ഉണ്ടെങ്കിലും ജീവന് മുക്തനാകാൻ കഴിയുന്നില്ല. അവനെ മുക്തനാക്കാൻ ഇരിക്കുന്ന അനിർവചനീയമായ, അതിനെക്കുറിച്ച് ആചാര്യസ്വാമികൾ പറയുന്നത് അത് അനിർവചനീയമാണ്, നിർവചിക്കാൻ കഴിയാത്ത ഒന്ന് അവിടെയുണ്ട്. ഈ ജീവബുദ്ധിക്ക് പിടികിട്ടാത്ത ഒന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബീജാഭാവ വിശേഷ. മുക്തനെയും അജ്ഞനെയും കൂടെ ഒരിക്കലും തുല്യമാക്കരുത്. അതല്ല, സുഷുപ്തിയിൽ ആ ബീജമുണ്ട്, മുക്തിയിൽ ആ ബീജമില്ല. സൃഷ്ടിക്കുള്ള വീണ്ടും വരുന്നതിനുള്ള ബീജമില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഒന്നായി കഴിഞ്ഞാലോ ബീജാഭാവം രണ്ടിടത്തും പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവും. മുക്തൻ വീണ്ടും ജനിക്കുന്നു എന്ന് വരും, ബദ്ധൻ സുഷുപ്തിയിൽ മുക്തനാകുന്നു എന്നും വരും. വേണമെങ്കിൽ പറയാം താത്കാലികമായി മുക്തനാകുന്നു എന്ന് പറയാം സുഷുപ്തിയിൽ. അത് സംഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചാനുഭവങ്ങളൊന്നും ഇല്ലാത്തത്. അതുകൊണ്ട് രണ്ടും രണ്ടാണ് എന്നർത്ഥം. അതുകൊണ്ട് അവിടെ കുതർക്കങ്ങൾ എന്താണോ ഒന്നും ഇവിടെ ഉന്നയിക്കരുതെന്നാണ് പറയുന്നത്. ഈ വിശദീകരിക്കുന്നതിന്റെ താല്പര്യം. ജ്ഞാനി ഉറങ്ങുന്നുണ്ടോ?
ജ്ഞാനി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറക്കമെന്ന് പറയുന്നത് ബീജാവസ്ഥയല്ലേ, അജ്ഞാനമല്ലേ? അപ്പോൾ അജ്ഞാനമുണ്ടെങ്കിൽ ജ്ഞാനി അവിടെ ബദ്ധനാകുന്നില്ലേ? അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കാണുമോ? ഇതൊക്കെ കുതർക്കങ്ങളാണ്. തത്വബോധത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളല്ലേ. ഇനി അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ പിന്നെ ജ്ഞാനി എപ്പോഴും ഉണർന്നിരിക്കണ്ടേ? തത്വജ്ഞാനിയിലും ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഉണ്ടാവേണ്ടേ? തത്വജ്ഞാനി ഉറങ്ങുന്നതായി കാണുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെ നിങ്ങളുടെ വേദാന്തം ശരിയാകും? ഇത്തരം കുതർക്കങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരന്റെ പരമാർത്ഥ സ്ഥിതി, നിർഗുണമായ സ്ഥിതി എന്ന് നമ്മൾ കൽപ്പിക്കുന്നു. കൽപ്പനയാണ്. ആ സ്ഥിതിയിൽ തന്നെയാണ് ഈ ബന്ധനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥിതിയിൽ ഈ ബന്ധനങ്ങളെല്ലാം ഉണ്ടെന്ന് പറയാം, ഈ ബന്ധനങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്യാം. ആ നിഷേധത്തിലാണ് നിങ്ങളുടെ നിലയെങ്കിൽ നിങ്ങൾ മുക്തൻ. ഉണ്ടെന്നുള്ളിടത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ബദ്ധൻ. ഇത്രയുള്ള വ്യത്യാസം. ഒരുവൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അതാണ് ബന്ധമോക്ഷങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥ. അപ്പൊ മുക്തി എന്നുള്ള നിലയിലാണ് നിൽക്കുന്നതെങ്കിലോ അവന് തന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായി ജാഗ്രതയില്ല, സ്വപ്നവുമില്ല, സുഷുപ്തിയില്ല. തന്നിൽ നിന്ന് ഭിന്നമല്ലാതെ ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും എല്ലാം ഉണ്ട്. ഈ രീതിയിൽ അതിനെ വിശദീകരിക്കാൻ, മനസ്സിലാക്കാം. ആ രീതിയിലേക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുവന്റെ അനുഭവം ഒരിക്കലും മറ്റൊരുവന് വെളിപ്പെടുന്നില്ല, ലൗകികമായ അനുഭവങ്ങൾ പോലും. അവന്റെ മുക്തി എന്ന് പറയുന്നത് എങ്ങനെ അജ്ഞന് വെളിപ്പെടും? അപ്പൊ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം മുക്തിയെ സംബന്ധിച്ച് 100 ചോദ്യങ്ങൾ കാണും. കാരണം അത് അവന് വെളിപ്പെടാത്തതുകൊണ്ട്. അതിനെല്ലാം സമാധാനം പറയേണ്ട ബാധ്യത മുക്തനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവന് ചോദ്യങ്ങളില്ല. അതുകൊണ്ട് അവിടെ ഉത്തരങ്ങളുടെയും ആവശ്യമില്ല. ഇത് പകലും വെളിച്ചവും പോലെ രണ്ടവസ്ഥയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു അജ്ഞനായ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സുഷുപ്തിയിൽ അവൻ നിർബീജതയല്ല, അവിടെ സബീജതയാണ് എന്ന് മനസ്സിലാക്കുക. ശ്രുതി അനുസാരിയായി അതിനങ്ങനെ മനസ്സിലാക്കുക. കുതർക്കമാണെങ്കിൽ വേറെ വഴിക്ക് പോവാം. അത് തത്വബോധത്തിന് സഹായിക്കത്തില്ല. ഇവിടെ പറയുന്നത് തത്വബോധത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ദുഃഖ നിവൃത്തി അല്ലെങ്കിൽ അജ്ഞാന നിവൃത്തി എന്ന് പറയുന്നത് തത്വബോധത്തിലൂടെ സാധ്യമാകും. അതുകൊണ്ട് ആ ബോധത്തെ ശരിയായി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനാണ് ഇതിനെങ്ങനെ വിശദീകരിക്കുന്നത്. ജ്ഞാനദാഹ്യ ബീജാഭാവേജ ഞാൻ അനർത്ഥിക്കപ്പെട്ടു. നമ്മൾ ഒരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എങ്ങനെ ശരിയായ തത്വബോധത്തിലെത്തും? കുതർക്കങ്ങളിൽപ്പെട്ടിട്ട് മനസ്സ് കുഴങ്ങിപ്പോയാൽ ഉള്ളിലെ പ്രകാശം പ്രകാശിക്കാതെ പോകും. കാര്യങ്ങളെ ഗ്രഹിച്ചു പോവുക. അതിനു വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു. ഇതിനൊന്നും അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് അവിടെ ലോജിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഉറങ്ങുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നു. ഉണർന്നു വരുന്നതിനുള്ള എന്തോ ഒന്നും ഉണ്ടായിരുന്നു അവിടെ. ഒരാൾക്ക് വിവേകമുണ്ടായി, അയാൾ നിത്യ ഉണർവ് സ്ഥിതി ചെയ്യുന്നു. അതിൽ സ്ഥിതി ചെയ്യുന്ന നിത്യ ഉണർവാണ്. ആ നിത്യ ഉണർവിൽ എങ്ങനെയാണോ ജഗത് കാരണനായിരിക്കുന്ന ഈ ഈശ്വരനിൽ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ആത്മനിഷ്ഠനായ ആ ജീവനിലും ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് തടസ്സമൊന്നുമില്ല. അവനെന്താ സംഭവിച്ചത്? അവന്റെ വിവേകം കൊണ്ട് നശിക്കേണ്ടതായ എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു, അത് നശിച്ചു. തന്നിൽ എന്തായിരിക്കുന്നത് അങ്ങനെ നശിക്കേണ്ട ഒന്നും നശിച്ചിട്ടില്ല. വിവേകം കൊണ്ട് നശിക്കേണ്ട ഒന്നും നശിച്ചില്ല. വിവേകം കൊണ്ട് നശിക്കേണ്ടതായ അവിവേകം നശിച്ചില്ല. അപ്പൊ അവിവേകം എന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനി അജ്ഞാനിയും വേർതിരിക്കുന്നത്.
അവിവേകം എന്ന് പറയുന്ന ഒന്ന് അവശേഷിക്കുന്നതുകൊണ്ടാണ് ഉറക്കത്തിൽ ഏകീഭവിച്ചിട്ടും വീണ്ടും ഉണർന്നു വരുന്നത്. അവിവേകിയായി ഉറങ്ങുന്നു, അവിവേകിയായി തന്നെ ഉണരുന്നു. അവിവേകം നശിക്കുന്നില്ല. അത് ജ്ഞാനദാഹ്യ ബീജാഭാവേ, ജ്ഞാനദാഹ്യമായ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ ആ ബീജം അവിടെ ഇല്ല, ഒരുവനിലില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അനർത്ഥയ്ക്ക് പ്രസവം. പിന്നെ ജ്ഞാനം കൊണ്ടും പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ ഉറങ്ങുന്നോ, ഉണർന്നിരിക്കുന്നോ, സ്വപ്നം കാണുന്നോ എന്നുള്ളതല്ല ഇവിടെ മുഖ്യമായി പറയുന്നു. ജ്ഞാനം കൊണ്ട് നശിക്കേണ്ട ഒരു അവിവേകം നിങ്ങളിൽ ഉണ്ടോ? ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെപ്പോഴും ഉണ്ടായിരുന്നു. അത് നശിച്ചിട്ടില്ല. ഉറങ്ങിയപ്പോൾ അത് നശിച്ചില്ല. ഉണർന്നപ്പോൾ വീണ്ടും അതുണ്ട്. അപ്പം അത് നശിക്കണം. അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കവും ഉണർവും സ്വപ്നവും തമ്മിൽ വ്യത്യാസമില്ല. അതാതിന്റെ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവൻ ജ്ഞാനനിഷ്ഠനായി തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യും. അവൻ പിന്നീട് അജ്ഞനാകുന്നില്ല. അവന് ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമില്ല. അതാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമുണ്ട്. ആ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവമില്ല. ഇതാണ് വ്യത്യാസം. ഒരാൾക്ക് താൻ അജ്ഞനാണെന്നുള്ളതിനെ മറച്ചു വയ്ക്കാൻ കഴിയുന്നില്ല. താൻ അറിഞ്ഞോ അറിയാതെയോ സദാ തന്റെ ഉള്ളിൽ അത് സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. താൻ അജ്ഞനാണ്. തന്റെ എല്ലാ വ്യവഹാരങ്ങൾക്കും തന്റെ അജ്ഞതയാണ് ബലം. അജ്ഞത ആശ്രയിച്ചവൻ സർവ്വകാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ അങ്ങനെ ഒരു അജ്ഞതയെ ആശ്രയിച്ച് അയാൾ ഒന്നും ചെയ്യുന്നില്ല. അജ്ഞന്റേതുപോലെയുള്ള വ്യവഹാരങ്ങൾ അയാൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അജ്ഞന്റേതുപോലെയുള്ള ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ അയാളിൽ മാറി മാറി സംഭവിക്കുന്നുണ്ടെങ്കിലും താൻ അജ്ഞനാണെന്നുള്ള അനുഭവം അയാൾക്കില്ല. എന്തായാലും ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു അനുഭവമില്ല ആർക്കായാലും. ഉണർന്നിരിക്കുമ്പോൾ താൻ അജ്ഞനാണെന്നുള്ള ഒരു അനുഭവമില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അജ്ഞനിൽ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ ഒന്നിനെ എല്ലാ അവസ്ഥകളിലും സ്വീകരിക്കണം. അത് ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഉണ്ട്. അതിശയം ജ്ഞാനിയിലാണെങ്കിലും അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് അവിടെ ജ്ഞാനം കൊണ്ട് നശിക്കേണ്ടതായ ഒന്നാണ് ഈ രണ്ടു കൂട്ടരെയും വേർതിരിക്കുന്നത് എന്നിവിടെ പറയുന്നു. തസ്മാത് സബീജത്വ അഭ്യുഗമേനൈവ സദഃ പ്രാണത്വ ഉപദേശഃ. അതുകൊണ്ട് ആ സത്തായിരിക്കുന്ന പരബ്രഹ്മത്തെ പ്രാണൻ എന്ന് പറയുന്നത് ആ സബീജത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ്. പ്രപഞ്ചത്തിന് ഈ സൃഷ്ടിയിലേക്ക് വരുന്നതിന് കാരണമായിരിക്കുന്ന അജ്ഞാനത്തെ, അവിദ്യയെ അല്ലെങ്കിൽ മായയെ സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സുഷുപ്തനായിരിക്കുന്നവനും അതിൽ നിന്ന് മുക്തനാകാൻ കഴിഞ്ഞില്ല. എന്തോ അവനെ അപ്പോഴും കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതാണ് സർവശ്രുതിഷിച്ച കാരണത്വ ഉപദേശഃ. അതുകൊണ്ട് പ്രാണൻ കാരണം എന്നെല്ലാം ഈ അന്തര്യാമി പറയുന്നത് ആ സബീജമായ അവസ്ഥയെ സ്വീകരിച്ചുകൊണ്ടാണ്. ഇവിടെ സഗുണം നിർഗുണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഇവിടെ സബീജം നിർബീജം എന്നാണ് പറയുന്നത്. അദ്വൈതത്തിന്റെ രീതിയാണ്. സബീജമായിരിക്കുന്നത് അന്തര്യാമി, നിർബീജമായിരിക്കുന്നത് അതിനപ്പുറമുള്ള ഒന്ന്. ഇത് രണ്ടും ഒരിടത്ത് തന്നെ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അസബീജമായ അവസ്ഥയിരിക്കുമ്പോൾ താൻ അതിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ താൻ അജ്ഞനായിരിക്കുന്നു. അവിടെ ഒരു ചോദ്യം വരും, ഈശ്വരൻ അവ്യാകൃതാവസ്ഥയിൽ സബീജനായിരുന്നു കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈശ്വരൻ അജ്ഞനാകുമോ? ഒരു ബാലിശ്യമായ ചോദ്യമാണ്. കാരണം സബീജതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരിക്കലും ആകുന്നില്ല. എന്തുകൊണ്ട് ആകുന്നില്ല? കാരണം ആ ഈശ്വരന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ ജീവൻ തന്നെ, അതിവിടെ പറയുന്നുണ്ടല്ലോ, ജീവൻ ഈശ്വരന്റെ സൃഷ്ടിയാണ്. ആ ജീവൻ തന്നെ അവൻ അനേക ജന്മങ്ങളിലൂടെ കറങ്ങി അവസാനം ഗുരുവിനെ പ്രാപിച്ച് ഉപദേശം തേടി ആത്മബോധം പ്രകാശിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ തന്നെ പിന്നീട് ഒരിക്കലും അജ്ഞനാകുന്നില്ല. ആ ജീവൻ സശരീരനായിരുന്ന് ജാഗ്രത സ്വപ്ന സുഷുപ്തി വ്യാപാരങ്ങളിലെല്ലാം മുഴുകിയിരുന്നാലും അവനൊരിക്കലും അജ്ഞനാകുന്നില്ല. ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും അവൻ അജ്ഞനാകുന്നില്ല. അത് കേവലം ഒരു ജീവനിൽ ആ അജ്ഞത സംഭവിക്കുന്നില്ലെങ്കിൽ ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ ജഗത്കാരനായിരിക്കുന്ന ഈശ്വരൻ എങ്ങനെ
സംഭവിക്കും? ഒരിക്കലും ഈശ്വരന് അജ്ഞത സംഭവിക്കുന്നില്ല. അജ്ഞാനത്തെ ആശ്രയിച്ച് സൃഷ്ടിസ്ഥിതി വ്യവഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ അജ്ഞാനം ഈശ്വരനെ, അജ്ഞാനമാണെങ്കിൽ മായ, അത് ഈശ്വരനെ ബന്ധിക്കുന്നില്ല, ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഈശ്വരൻ സദാ സർവമുക്തനായി തന്നെ ഇരിക്കുന്നു. ആത്യന്തികമായി ഈശ്വരഭാവവും ജീവഭാവവും വിട്ട് ആ ചൈതന്യം ഏകരൂപത്തിൽ നിത്യമുക്തനായി സ്ഥിതി ചെയ്യുന്നു. അതിനെ എടുത്തുകൊണ്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ ബദ്ധനുമില്ല, സാധകനുമില്ല, മുക്തനുമില്ല, മൂക്ഷുമില്ല എന്നൊക്കെ പറയുന്നു. ആ ചൈതന്യത്തിന്റെ നിലയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്പജ്ഞാനന്റെ ജീവന്റെ നിലയിൽ നിന്നുകൊണ്ടല്ല. അതേവ അക്ഷരാത് പരതഃ പര, അക്ഷരമായിരിക്കുന്ന ഈ പരം, ഇവിടെ അക്ഷരത്തെ പരമെന്ന് പറഞ്ഞു, അവ്യാകൃതനെ, അതിനും പരനായിരിക്കുന്നതാണ് വാസ്തവം എന്നാണ്. പരതഃ അക്ഷരാത്, പരമായിരിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് എന്താണ്? ഈ അവ്യാകൃതനാണ്. സുഷുപ്തിയിൽ ജീവൻ പോയി ലയിക്കുന്ന ആ സ്ഥാനമാണ് പരമമായ അക്ഷരം. അതിനും അപ്പുറമായിരിക്കുന്നു പരമാർത്ഥം. സ ബാഹ്യാഭ്യന്തരോഹ്യ അജഹ, ആ അജനായിരിക്കുന്നവൻ, അവൻ ജനിക്കുന്നില്ല, പക്ഷെ അവൻ തന്നെ എന്ത് ചെയ്യുന്നു? ബാഹ്യവും ആഭ്യന്തരവുമായി, കാര്യവും കാരണവുമായി അവൻ സ്ഥിതി ചെയ്യുന്നു. വ്യാകൃതമായിരിക്കുന്ന ഈ നാനാരൂപത്തിലുള്ള പ്രപഞ്ചരൂപം അത് കാര്യം, കാരണമെന്ന് പറയുന്ന അവ്യാകൃത രൂപം. അപ്പൊ വ്യാകൃത അവ്യാകൃത രൂപത്തിൽ, അതാണ് ബാഹ്യ ആഭ്യന്തരമായി ഇരിക്കുന്നവനാരാണ്? ആജനാണ്, ഇതിനെല്ലാം അതീതനായിരിക്കുന്നവനാണ്. ഇതിനെ എല്ലാ ശ്രുതി ബോധിപ്പിക്കുകയാണ്. അത് എങ്ങനെ, അതിനെങ്ങനെ പറയും, എങ്ങനെ വിശദീകരിക്കും? പറയുന്നു, ഏതോ വാച്ചോ നിവർത്തന്തേ, വാക്കിനെ പ്രവർത്തിക്കാൻ കഴിയില്ല, നേതി നേതി ഇത്യാദിന ബീജത്വ അപനയനേന വ്യപദേശ, ആ ബീജത്വത്തെ നിഷേധിച്ചിട്ട് അതിനെ ബോധിപ്പിക്കുന്നു. അപ്പൊ നിർബീജമായ അവസ്ഥയും ബോധിപ്പിക്കുന്നു, സബീജമായ അവസ്ഥയും ബോധിപ്പിക്കുന്നു, ബന്ധനാവസ്ഥയും ബോധിപ്പിക്കുന്നു, മുക്താവസ്ഥയും ബോധിപ്പിക്കുന്നു. ഇതെല്ലാം ശ്രുതി ബോധിപ്പിക്കുന്നു. താം അബീജാവസ്ഥാം തസ്സൈവ പ്രാജ്ഞശബ്ദവാച്യസ്യ തുരീയത്വേന ദേഹാദി സംബന്ധരഹിതാം പാരമാർത്ഥികയും പൃഥക് വക്ഷ്യതി. ഇനി പറയും എന്താണ് ആ അബീജമായ അവസ്ഥയെ? ആ ചൈതന്യത്തിന്റെ തന്നെ, ആ വിശ്വന് തന്നെ, ആ വിശ്വൻ തന്നെയാണ് അബീജാവസ്ഥയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു പറഞ്ഞ് പല ദൈവങ്ങളെയും പല മുക്തന്മാരെയും ബദ്ധന്മാരെയും എല്ലാം വിശദീകരിക്കുകയല്ല, ഒന്നിനെ തന്നെ അബീജമായ അവസ്ഥ. ആ അബീജാവസ്ഥ ആർക്ക് പറയുന്നു? തസ്സൈവ, ആ വിശ്വന് തന്നെ പറയുന്നു. പ്രാജ്ഞശബ്ദവാച്യസ്യ, അവൻ തന്നെയാണ് പ്രാജ്ഞനായും തൈജസ്സനായും ഇരിക്കുന്നത്. പക്ഷെ അവിടെ എങ്ങനെ നിർദ്ദേശിക്കുന്നു? തുരീയത്വേന, തുര്യനായി നിർദ്ദേശിക്കുന്നു. തുര്യനായി നിർദ്ദേശിക്കുന്നത് ഈ വിശ്വനെ തന്നെ, ഈ പ്രാജ്ഞനെ തന്നെ, ഈ തൈജസ്സിനെ തന്നെ എന്നാണ് പറയുന്നത്. പ്രാജ്ഞ തൈജസ് വിശ്വന്മാരിൽ നിന്നും ഭിന്നനായ ഒരുവനെയല്ല ഇവിടെ തുര്യനായി നിർദ്ദേശിക്കുന്നു. അതിനെ തന്നെ തുര്യനായി നിർദ്ദേശിക്കുന്നു. അതിനെ തന്നെ എന്തിനു തുര്യനായി, എങ്ങനെ നിർദ്ദേശിക്കുന്നു? കാരണം അതിന്റെ പാരമാർത്ഥിക നില തുര്യമാണ്. അതിന്റെ അപാരമാർത്ഥികമായ നിലയാണ് നമ്മൾ വിശ്വതേജസ് പ്രാജ്ഞന്മാരെന്ന് പറയുന്നത്. അതാണ് തസ്സൈവ എന്ന് പറഞ്ഞു. ആ വിശ്വനെ തന്നെ നിർദ്ദേശിക്കുന്നു. എന്താണ്? തുര്യത്വേന. അവർ ഇവിടെ എന്ത് പറഞ്ഞു? ത്രിധാ ദേഹേ വ്യവസ്ഥിത, വിശ്വനും പ്രാജ്ഞനും തൈജസ്സനും ഈ ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അവനാ പേര് പറയുന്നു. ശരീരബന്ധം വിട്ടുകഴിഞ്ഞാലോ ദേഹാദി സംബന്ധരഹിതാം പാരമാർത്ഥികയും പൃഥക് വക്ഷ്യതി, ദേഹാദി സംബന്ധരഹിതമായ പാരമാർത്ഥികമായ ഒരു നിലയെക്കുറിച്ച് വേറിട്ടും പറയുന്നു. അതിന് തുര്യനെന്ന് പറയും. അപ്പൊ തുര്യനെന്ന് പറയുമ്പോൾ അങ്ങനെ ധരിച്ചു കളയരുത്. എന്താണ്? നേരത്തെ പറഞ്ഞു, അത് പശുവിന്റെ 4 കാല് പോലെ നാലായി നാലാമതായിരിക്കുന്നതല്ല. ഈ വിശ്വൻ തന്നെയാണ് തുര്യൻ, പ്രാജ്ഞൻ തന്നെയാണ് തുര്യൻ, തൈജസ്സൻ തന്നെയാണ് തുര്യൻ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ അതിലൊരു വേർതിരിവ്? ആ വേർതിരിവ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്, വളരെ നിസ്സാരമാണ്. അതിനെ വളരെ കട്ടിയുള്ള ഒരു മറ കൊണ്ട് രണ്ടായിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുകയല്ല. അതൊന്നു തന്നെയാണ്. അതൊന്നു തന്നെയാണ് മനസ്സിലാക്കുന്നതാണ് അദ്വൈതം. അദ്വൈതത്തിൽ എങ്ങനെ രണ്ടുപേരും, ഒരു പ്രാജ്ഞനും ഒരു തുര്യനും എങ്ങനെ രണ്ടായിട്ട് വരും? ഒരു വിശ്വനും ഒരു തുര്യനും, ഒരു തൈജസ്സനും തുര്യനും, അങ്ങനെ ഈ രണ്ടായിട്ട് എങ്ങനെ വരും? വരത്തില്ല, ഒന്ന് തന്നെയാണ്. പക്ഷെ വളരെ തുച്ഛമായ അണുവാച്യമായ ഒരു മറ ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് നിർത്തിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ബീജ അവസ്ഥാപിച്ച
ബീജാവസ്ഥാപിന്ന കിഞ്ചിത് അവേദിഷമിതി ഉത്ഥിതസ്യ പ്രത്യദർശന ദേഹേ അനുഭൂയതേ ഏവേദി ത്രിധാദേഹേ വിവസ്ഥത ഇത്യുച്യതേ. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ഈ തുര്യൻ ഉറങ്ങിയും ഉണരുകയും സ്വപ്നം കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ തുര്യന് 3 പേര് കൊടുത്തിരിക്കുകയാണ്. വിശ്വതൈസ പ്രാജ്ഞന്മാരൻ. അതിൽ ആ ബീജാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണോ സ്വപ്നവും ജാഗ്രതും ഈ തുര്യന് സ്പഷ്ടമായിരിക്കുന്നത്. ഈ തുര്യൻ തന്നെയാണ് സ്വപ്നത്തിനെയും ജാഗ്രതത്തിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതവനെങ്ങനെയാണോ സ്പഷ്ടമായിരിക്കുന്നത് അതുപോലെ അവന് സുഷുപ്തിയും സ്പഷ്ടമാണ്. എങ്ങനെ? കിഞ്ചിത് അവേദിഷം. അതാ അവൻ പറയുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. ഈ അനുഭവത്തിൽ സർവർക്കും ഉള്ളതാണല്ലോ, ഉറങ്ങി ഞാനൊന്നും അറിഞ്ഞില്ല. ഇത് ഉത്ഥിതസ്യ പ്രത്യേക ദർശന. ഉണർന്നവനിങ്ങനെ ഒരു ബോധമുണ്ട്. ആ ബോധത്തെ ആരും നിഷേധിക്കുന്നില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ബോധത്തെ. അതുകൊണ്ട് ദേഹേ അനുഭൂയത. ആ തുര്യൻ എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തോട് ബന്ധപ്പെടുത്തി വിശ്വതൈസ പ്രാജ്ഞന്മാരെ അറിയുന്നു. എങ്ങനെ അറിയുന്നു? അവൻ തന്നെ പറയുന്നു, എന്താണ്? ഞാൻ ഉണർന്നു, ഞാനിപ്പോൾ ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുര്യൻ എന്ത് ചെയ്യുന്നു? തന്നെ വിശ്വനാക്കുന്നു. ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ തുര്യൻ തന്നെ തൈജസ്സനാക്കുന്നു. ഞാനൊന്നും അറിയാതെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ തുര്യൻ തന്നെ പ്രാജ്ഞനാക്കുന്നു. അത് എങ്ങനെ ചെയ്യുന്നു? ഈ ദേഹത്തോട് ബന്ധപ്പെടുത്തി തന്നെ 3 ആക്കുന്നു. ത്രിധ ദേഹേ വ്യവസ്ഥിത എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. എന്ന് പറഞ്ഞ് ഈ തുര്യനെ കുറിച്ചുള്ള ബോധത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ബോധമുള്ളവനെ കുറിച്ച് അത് അടുത്ത് പറയും. ഈ ബോധമുള്ളവന് ഉണർന്നിരിക്കാം, അല്ല ഇനി ഇതൊക്കെ വിട്ടിട്ട് സമാധി പോയിരിക്കാം. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഭാവനയിൽ കാണുന്ന ഒരു സമാധിയുണ്ട്. ആ സമാധിയും ഇവിടെ പറയുന്ന എന്താണ് ഈ തുര്യനെ കുറിച്ചുള്ള ഉണർവും, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവന് ഉണർന്നിരുന്നുകൊണ്ട് ഈ തുര്യനെ സാക്ഷാത്കരിക്കാം, അല്ലെങ്കിൽ അവന് സമാധി പോയിരിക്കാം. അവിടെ വ്യത്യാസമില്ല. രണ്ടിനെ കുറിച്ച് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അടുത്തു വരുന്നത് ആദ്യം പറയുന്നത് ആ തുര്യനിലുള്ള ഉണർവിനെ കുറിച്ചാണ്. വിശ്വനിൽ ഉണർന്നിരിക്കുന്നവൻ തുര്യനിൽ ഉണരുന്നു. അത് രണ്ടും തമ്മിലുള്ള അതിർവരമ്പെന്ന് പറയുന്നത് തുച്ഛമായ അനുവചനീയമായ മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ഒന്ന് മാത്രം. എന്താണത്? അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വിശ്വനല്ലാതായിത്തീരും, പ്രാജ്ഞനല്ലാതായിത്തീരും, തൈജസ്സനല്ലാതായിത്തീരും. അതാണ് ആ തത്വചിന്തയുടെ യഥാർത്ഥമായ ബോധത്തിന്റെ അതിർവരമ്പെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്, വളരെ തുച്ഛമാണ്. അതിനെ ആ രീതി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ആ ശ്രമം പലപ്പോഴും വഴിതിരിഞ്ഞു പോകുന്നതുകൊണ്ട് അത് വളരെ കഠിനമായി അനുഭവപ്പെടുന്നു. അത് പിന്നെ എങ്ങനെ സാധിക്കൂ? ഗുരുകൃപ കൊണ്ടേ സാധിക്കത്തുള്ളൂ, അല്ലാതെ അത് സാധിക്കത്തില്ല. അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അതങ്ങനെയാണ് സാധിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ ആനർത്ഥിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ അജ്ഞാനം എന്ന് പറയുന്നതിനെ ഒന്നിനെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാതെ വരും. കാരണം ജ്ഞാനം കൊണ്ട് നശിക്കേണ്ട ഒന്ന് വേണം. അജ്ഞനെയും ജ്ഞാനിയും വേർതിരിക്കുന്നത് ആനർത്ഥിക്ക് പ്രസംഗം എന്ന് പറയുന്നതാണ്. അജ്ഞാനത്തെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ജ്ഞാനം വ്യർത്ഥമായി തീരും. അജ്ഞാനത്തെ എവിടെ സ്വീകരിക്കണം? നിങ്ങൾ അജ്ഞനായി എവിടെയൊക്കെ ഇരിക്കുന്നോ അവിടെയൊക്കെ സ്വീകരിക്കണം. അജ്ഞനായി നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഒക്കെ നിങ്ങൾ അജ്ഞനായിരിക്കുന്നെങ്കിൽ അവിടെയൊക്കെ അജ്ഞാനത്തെ സ്വീകരിക്കണം. അങ്ങനെ പറയാൻ കാരണം സുഷുപ്തിയിൽ ജീവൻ ഈശ്വരനോട് ഏകീഭവിച്ചു എന്ന് പറയുന്നു. ശരി, ഏകീഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ, ഉണർന്നു വരുമ്പോൾ മുക്തനാകണമല്ലോ. അപ്പൊ അത് സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നശിക്കേണ്ടതെന്തോ അത് നശിച്ചില്ല. അതെങ്ങനെ ഈശ്വരനോട് ഏകീഭവിച്ചിട്ടും അത് നശിക്കാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്?
ഈശ്വരൻ തന്നോട് ഏകീഭവിച്ചിരുന്നവനെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അവിടെ നശിപ്പിച്ചോ? നശിപ്പിച്ചില്ല. ഇത് നശിപ്പിക്കാതെ വിട്ടിരിക്കുന്നു. ഈശ്വരനോട് ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ നശിക്കണമെന്നില്ല. നമ്മൾക്ക് പല ധാരണകളും ഇതിനെക്കുറിച്ച് കാണും. അതൊക്കെ മാറ്റേണ്ടി വരും. ശരിയായ തത്വജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ മാറ്റേണ്ടി വരും. ഇവിടെ ഉപനിഷത്ത് എന്ത് പറയുന്നു, ആചാര്യസ്വാമികൾ എന്ത് പറയുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ഈശ്വരനോട് ഏകീഭവിച്ചാൽ മോക്ഷമായി. പിന്നെന്താ? പിന്നെ വേറെ എന്താ എന്റെ ആവശ്യം? പറയുന്നത് ഈശ്വരനോട് സദാ ഏകീഭവിച്ചിരുന്നിട്ടും താൻ മോക്ഷം മുക്തനാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പരമാർത്ഥം അതായിരിക്കെ താൻ ബന്ധനസ്ഥനായിരിക്കുന്നു. ഇതെന്താ സംഗതി? ഇതാണ് മായ. ഇതെങ്ങനെ മാറും? ഗുരുകൃപ കൊണ്ട് മാറും. വേറെ വഴിയുന്നു. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം, ചുരുക്കം. അതെനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. പിടികിട്ടുന്നില്ലെങ്കിൽ വേറെ പണി നോക്കുക പോയി. അതാണ് വേറെ വഴിയുന്നു. അതാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പിന്നെ വേറെ വഴികൾ പറയുന്നത്. യോഗവും ത്യാഗവും കർമ്മവും ഉപാസനകളും വേറെ പല മാർഗങ്ങളുണ്ട്. ആ വഴിക്കൊക്കെ ശ്രമിക്കുക. ശ്രമിച്ച് അതിന്റെ പാകത വന്ന് ജന്മജന്മാന്തരങ്ങളിലൂടെ എപ്പോഴാണോ ആ പാകത വരുമ്പോൾ അപ്പം സംഗതി മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. നിസ്സാരമാണ്. അപ്പം മനസ്സിലാവും താൻ ബന്ധനം അല്ല, മുക്തനുമല്ല എന്നുള്ള അപ്പം മനസ്സിലാവും. അതുവരെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അത് ഇവിടെ ഇത് എത്ര പറഞ്ഞാലും ഒരു കാര്യം തന്നെ ആവർത്തിച്ച് പറയേണ്ടി വരും. എത്ര കേട്ടാലും താൻ നിൽക്കുന്ന നിലയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ദക്ഷിണാക്ഷിമുഖേ വിശ്വോ മനസ്യന്തസ്തു തൈജസ ആകാശേ ജഹൃതി പ്രാജ്ഞ വൃഥാദേഹേ വ്യവസ്ഥിത.